അതുകൊണ്ട് ഇന്ന് നമുക്ക് ആദ്യമായിട്ട് 1 Corinthians 15 അതിൻ്റെ 57-ാമത്തെ വാക്യം, 1 Corinthians 15-ാം അധ്യായത്തിൻ്റെ 57. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മറ്റൊരു ഭാഗം കൂടെ നമുക്ക് വായിക്കാം. യോശുവയുടെ പുസ്തകം 11-ാം അധ്യായം, ജോഷുവ 11:1-9, 11-ന്റെ 1 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങൾ. അത് ആദ്യത്തെ ഒരു 3 വാക്യങ്ങൾ നിങ്ങൾക്ക് നന്നായി ഉച്ചാരണ ശക്തി വരണമെങ്കിൽ അത് വായിക്കണം. 14 രാജാക്കന്മാരുടെ പേരാ പറയുന്നത്, അവരുടെ ദേശവും അവരുടെ പേരുകളുമാണ് പറയുന്നത്. നിങ്ങളുടെ നാക്കിൻ്റെ കെട്ട് പൊട്ടണമെങ്കിൽ അത് വായിക്കുക. ടങ് ട്വിസ്റ്റേഴ്സ് എന്ന് പറയും, നാക്ക്. പിന്നെ മലയാളികളായതുകൊണ്ട് നമ്മുടെ അത്രയും നാക്ക് വളച്ച് പറയുന്ന വേറൊരു ജാതിയും ലോകത്തിലില്ല. വാ തുറന്നാൽ നാക്ക് വളച്ചതേ നമ്മൾ പറയത്തുള്ളൂ. Joshua 11:1-9 talks about certain kings and their kingdoms, and those names are quite a bit of a tongue twister. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഭാഗം 14 രാജാക്കന്മാർ, ഒരു രാജാവ് ചേർന്ന് 13 രാജാക്കന്മാരെ വിളിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾക്കെതിരായിട്ട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി അവർ ഇറങ്ങി വരികയാണ്. So the context of the portion is about 13 kings being called to war against Israel. അതിനകത്ത് 4-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ആ എഴുതിയിരിക്കുന്ന വാക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്ര അധികമായിരിക്കുന്ന നമ്പർ ആയിരുന്നു അവർ വന്നിരുന്നത്. അവർ പെരുപ്പത്തിൽ കടൽക്കരയിലെ മണൽ പോലെ അനവധി ജനവും എത്രയോ വളരെ കുതിരകളും രഥങ്ങളും കൂടിയ സൈന്യങ്ങളുമായി യോശുവയുടെ നേരെ പുറപ്പെട്ടു. In 4th verse we see the vast number of armies with them, and as many people as the sand that is on the seashore in multitude, with very many horses and chariots who went against Joshua. 5-ാമത്തെ വാക്യത്തിൽ ആ രാജാക്കന്മാർ എല്ലാവരും ഒന്നിച്ചുകൂടി ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ മേരോം തടാകത്തിനരികെ വന്ന് ഒരുമിച്ച് പാളയിറങ്ങി. In the 5th verse we read that all these kings met together and they came and camped together at the waters of Merom to fight against Israel. നമ്മൾ ആദ്യം വായിച്ചത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകതയാണ്, സ്തോത്രവുമില്ല സ്തുതിയുമില്ല, എല്ലാം സൂത്രത്തിൽ അങ്ങിരിക്കുക. In 1 Corinthians we read about thanking God who gives us victory through our Lord Jesus Christ. Stepping into your overcoming, അല്ലെങ്കിൽ victory. The topic is stepping into your victory. I must say that you step into your victory or overcoming. നിന്റെ മറികടക്കലിലേക്ക് ഒരു കടമ്പ കടന്ന് നീ വരണം. അതിന് കാലെടുത്ത് വെച്ചേ ഒക്കത്തു. You must overcome certain things, and for that you need to take a step. ഒരു സ്റ്റെപ്പും വെക്കാതെ ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ എങ്ങനെ വളരും? Without taking any step, how will you grow? പുറമോട്ട്, അതാണ് ഞാൻ പറഞ്ഞത്, സമയക്ലിപ്തത എന്ന് പറയുന്നത് അങ്ങനെ, അല്ലെങ്കിൽ പുറമോട്ട് പോയെന്ന് അതിന്റെ അർത്ഥം. If you are not punctual, you are going backwards. അതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞാഴ്ച ഓടി പോകുന്നവരോട് ഞാൻ പറയും, അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ അവിടെ നിന്ന് 2-3 പേർക്ക് കൈ കൊടുത്തേച്ച് കാര്യം അടുത്തതിലേക്ക് കയറാനല്ല. മിനിസ്ട്രി തുറക്കണമെങ്കിൽ ഇന്ററാക്ഷൻ വിത്ത് പീപ്പിൾ, ആൾക്കാരോടുള്ള സംവേദന ഉണ്ടെങ്കിൽ നമ്മുടെ ശുശ്രൂഷയും വലുതാകത്തുള്ളൂ. As much as you need to come early to church, you must hang on after church, shake hands with few people, interact with people, let your ministry be revealed. ഇവിടെ ആശീർവാദം പറയുന്നതിന് മുമ്പേ സിപ്പ് വലിച്ചിട്ടിട്ട് ഇറങ്ങി അങ്ങ് പോകാൻ നോക്കിയാൽ അങ്ങനെ നോക്കുന്നു. Please don't run away even before the benediction. അങ്ങനെ പോകാതിരിക്കാനാ കഞ്ഞിയൊക്കെ വെച്ചിരിക്കുന്നത്. That is why we have kanyi after church, so that you don't run away. പാസ്റ്റർ കഞ്ഞിയാന്നല്ല അർത്ഥം, എന്തെങ്കിലും തരണ്ടായോ അതിനുവേണ്ടി കഞ്ഞി തരുന്നത്. We want to give you some food, that's why we are giving you kanyi. നിങ്ങൾക്ക് ചിലപ്പോഴും തോന്നും ഈ കഞ്ഞി മാത്രമേ ഉള്ളൂ. അല്ലാത്തതും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്, അന്നേരമൊക്കെ നിങ്ങൾ വരാത്തത് കൊണ്ടാണ് കിട്ടാത്തത്. We also have other kind of food at times, but you must be there. നമ്മൾ യോശുവയുടെ പുസ്തകത്തിൽ നിന്ന് വായിക്കുമായിരുന്നു. We've been reading from book of Joshua. അവിടെ 6-ാമത്തെ വാക്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 6th verse. അപ്പോൾ കർത്താവ് യോശുവയോട്, അവരെ പേടിക്കേണ്ട, ഞാൻ നാളെ ഈ നേരം അവരെ ഒക്കെയും ഇസ്രായേലിന്റെ മുമ്പിൽ ചത്തു വീഴുമാറാക്കും. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നിന്റെ നേരെ വരുന്ന ഒന്നിനെ നീ പേടിക്കരുത്. Today what I want to tell you, according to Joshua 11:6 is that don't be afraid. യേശു ആകുന്ന വിജയത്തിലേക്ക് നീ പോകുമ്പോൾ many
many other things will come into your, in your way. നീ നടക്കുന്ന വഴികളിലെല്ലാം പലതരത്തിലുള്ള തടസ്സങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. If you are stepping in the path of the Lord and following the Lord, many things will come against you in your path. അവരെ പേടിക്കരുത്. Don't be afraid. രാവിലെ ഇങ്ങോട്ട് വരാൻ തുടങ്ങുമ്പോഴേ എനിക്ക് ഒരു പനിയുടെ കോള് പോലെ തോന്നുന്നു. അതിനെ പേടിച്ചിട്ട് പറയൂ ഇന്ന് ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പനിക്ക് കീഴ്പ്പെട്ടു. You got ready to come to church, suddenly you felt feverish and you decided not to come. You are overcome with രാവിലെ fever. ആരാധനയ്ക്ക് പോകാൻ തുടങ്ങുമ്പോഴേ എനിക്ക് തേച്ച ഷട്ടം ചെയ്യുന്നത് ചോദിച്ച് ഭാര്യയും ഭർത്താവും കൂടെ മുട്ടൻ ഗുസ്തി, എന്നിട്ട് അവസാനം തീരുമാനത്തിലെത്തും അന്നു പോണ്ട. Morning you wanted to come to church, but there was a argument between husband and wife about the shirt which needed to be ironed, and finally they decided not to come. Where is my shirt? Here you go. പിന്നെ ദാവീദും ഗോലിയത്തും ഇറങ്ങി. And then David and Goliath appeared. ഇങ്ങനെയല്ല നമ്മുടെ വീട് ഇരിക്കേണ്ടത്. This is not how our home should be. ക്രിസ്തുവിനാൽ ജയമാണ് നമുക്ക് തന്നിരിക്കുന്നത്. We are given victory in Christ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്നിരിക്കുകയാണെന്ന് പറയാം. given us victory through our Lord Jesus Christ. ഫ്യൂച്ചർ ടെൻസ് അല്ല, ഭാവിയിൽ തരാമെന്നല്ല പറഞ്ഞു. It's already been given. നിനക്കത് തന്നിരിക്കുകയാണ്. It is not a future tense, it is already been given to you. അങ്ങനെയാണ് നീ അവരെ പേടിക്കരുത്. In that case you need not be afraid. നീ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇന്നൊന്ന് നീ ഒന്ന് പിടിച്ചു നിന്നാൽ നാളെ ഈ സമയമാകുമ്പോൾ നീ അതിന്റെ റിസൾട്ട് കാണും. If you hang on and wait today, tomorrow you will see the result. കർത്താവ് പറഞ്ഞത് എത്ര പേരാ വന്നിരിക്കുന്നത്? 13+1 അല്ലേ? 14 രാജാക്കന്മാരും അവരുടെ സൈന്യമെല്ലാം കൂടെ കടൽ തീരത്തെ മണൽത്തരികളും നമ്പർലെസ് ആൾക്കാരാണ് വന്നിരിക്കുന്നത്. against this nation or this tribe. ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ഇവർ തോറ്റുപോകത്തില്ലേ? ഇത്രയധികം ആൾക്കാർ വരുമ്പോൾ കർത്താവ് പറയാണ് നിന്നെ തോപ്പിക്കാനല്ല ഞാൻ ഇറക്കിക്കൊണ്ട് നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്, നീ നിന്റെ കൂട്ടത്തിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് നീ പരാജയപ്പെട്ടു പോകാനല്ല, നീ ജയിച്ചു നിൽക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. 14 kings and their armies are coming against Israel, but the Lord says, I brought you out not to defeat you but to make you victorious. So that I tell you that you step into your victory. നിന്റെ വിജയത്തിലേക്ക് നീ ഓവർകമ്മർ ആയിട്ട് നീ മാറണം. You must become an overcomer. നീ മറികടക്കണം. നിന്റെ പ്രശ്നങ്ങളെ നീ മറികടക്കണം. You must overcome your troubles. നമ്മുടെ കുഴപ്പം പ്രോബ്ലത്തെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ട് പ്രശ്നം എന്ന് പറയുന്നത് ആ പ്രശ്നത്തെ പറഞ്ഞുകൊണ്ടിരുന്ന പ്രശ്നം വലുതാകത്തേ ഉള്ളൂ. നീ പ്രശ്നങ്ങളെ മറികടക്കണം. If you're going to highlight your problem, talk about it and magnify it, it will remain that way. You must overcome it. മോശയിൽ നിന്ന് യോശുവ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തപ്പോൾ ദൈവം വാഗ്ദത്തം നൽകിയ ദേശത്തേക്കാണ് നയിക്കുന്നത് യോശുവയ്ക്ക് മനസ്സിലായി. Joshua took responsibility from Moses and he knew very well the Lord is leading them to a promised land. ഡയറക്റ്റ് മെസ്സേജ് യോശുവയ്ക്കല്ല കിട്ടിയിരിക്കുന്നത്, മെസ്സേജ് മോസസിനാ കിട്ടി. മോശയ്ക്ക് കിട്ടിയിരിക്കുന്ന പക്ഷേ മോശയുടെ കൂടാരത്തിന് ചുറ്റും നിന്നത് കൊണ്ട് നീ പുരോഹിതന് ചുറ്റും നിന്നാൽ, നീ പ്രവാചകന് ചുറ്റും നിന്നാൽ, നീ ശുശ്രൂഷകന് ചുറ്റും നിന്നാൽ അടുത്തതിനുള്ള ഗൈഡൻസ് നിന്റെ അടുക്കിലേക്ക് വരും. The message came to Moses, but Joshua hanged around the tent and then he got the ministry. If you hang around the prophet, your next level ministry will be revealed. എത്ര പേര് പറഞ്ഞു കാണുമെന്ന് അറിയോ? എത്ര ലക്ഷം ആൾക്കാർ, എത്ര പേര് പറഞ്ഞാൽ ഈ മനുഷ്യൻ യാതൊരു തലയ്ക്ക് സുഖമില്ല, ചുമ്മാ കൂടാരത്തിനകത്ത് കയറിയിരിക്കാന്ന് പറയുമ്പോൾ ഒരുത്തൻ പറയാണ് അല്ലല്ല അതിനകത്ത് എന്തോ നടക്കുന്നുണ്ട്. When everybody said this man is jobless, what is he doing inside the tent? Somebody said no, there is something happening inside the tent. മോശച്ചായൻ എന്തോ അകത്ത് ആരോടോ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. Joshua said my brother Moses is speaking something serious with somebody. Hallelujah. അതെന്താന്ന് അറിയാൻ ഇന്ന് രാവിലെ നിനക്കൊരു ഉത്സാഹമുണ്ടെങ്കിൽ ആ സന്ദേശം നീ ഏറ്റെടുത്ത് പിടി. If you were enthusiastic to know about what happened, you will receive it. പഴയ തലമുറയ്ക്ക് കഴിയാത്തത് നിന്നെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കും. What the older generation could not do, the Lord will make you do it. നീ അത് ചെയ്യുക. Believe it and you must do it. ദൈവം പറയണേ മോശയ്ക്ക് കഴിഞ്ഞിട്ടില്ല, യോശുവയെ നീ അത് ചെയ്യുക. Do it for me. The Lord says my servant Moses could not do it. Joshua, you must do it. അതുവരെ യോശുവയ്ക്ക് യുദ്ധം എന്താണെന്ന് അറിയത്തില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ സന്ദേശം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്നതെന്നറിയോ? യുദ്ധങ്ങളാണ് വരുന്നത്. And when Joshua took upon and received the message, the first thing that he faced is a battle. ദൈവികമായിരിക്കുന്ന നിർദ്ദേശങ്ങളെ വഴികളെ ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ തടസ്സങ്ങൾ കയറി വരും. Those who take upon themselves the ways of the Lord and follow the Lord, there will be obstacles. 13 യുദ്ധമായി യോശുവ ചെയ്തത്. Joshua did 13 battles. 13 യുദ്ധത്തിൽ ഒരെണ്ണം തോറ്റുപോയെങ്കിലും ബാക്കി 12 അവൻ ജയിച്ചു. 13 battles, although he lost one, he won. 31 പട്ടണങ്ങൾ ഇസ്രായേലുകാർ പിടിച്ചടക്കിയത്.
31 cities the children of Israel ഇത് captured. വിജയത്തിന്റെ ഒരു സീസണായിട്ട് നീ ഇത് കാണണം. You must see this as a season of victory. 2024 അവസാന മാസങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ മാസത്തിൽ തന്നെ ആ വിജയത്തെ നീ നിന്റെ ജീവിതത്തിലേക്ക് അനുവദിച്ചു കയറ്റണം. You must allow this victory even as we stand in this month, in this year. Hallelujah. Hallelujah. Sometimes you require a fight to win. നീ ചിലത് ജയിക്കാൻ വേണ്ടി ചിലപ്പോൾ യുദ്ധങ്ങൾ ഉണ്ടാകും. Maybe you require a fight at times to win. ആ വലിയൊരു ഫൈറ്റാ പ്രാർത്ഥന എന്ന് പറയുന്നത്. നിനക്കതിനെ മറികടക്കണമെങ്കിൽ അതൊരു ഫൈറ്റാണ്. പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ല. പലരുടെയും വിഷയം ഇതാണ്. എൻ്റെ അടുത്ത് ചെന്നിട്ട് വന്നിട്ട് ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ട്, പാസ്റ്ററെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എന്തോ ചെയ്യണം? ഞാൻ അതിനുള്ള റെമഡി അന്നേരെ കൊടുക്കും. പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലേ? അതിൽ റെമഡി നീ പ്രാർത്ഥിക്കുക എന്നുള്ളത്. What else you can do? Maybe a fight is required. Maybe you may need to pray for certain things. വേദോസം വായിക്കാൻ കഴിയുന്നില്ല. വേദോസം തുറക്കുമ്പോഴേ ഒട്ടുവാ വരിക. എന്തോ ഞാൻ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യണം, നീ വേദോസം വായിച്ചാൽ മതി. What do I do if I can't read the Bible or pray? I feel sleepy. You just read. ആരാധനയ്ക്ക് എനിക്ക് പോകാൻ കഴിയുന്നില്ല പാസ്റ്ററേ, ഞാൻ എന്തോ ചെയ്യണം? പാസ്റ്റർ തലയിലോട്ട് കൈ വെച്ച, പാസ്റ്റർ തലേ കൈ വെച്ചാൽ നീ ആരാധനയ്ക്ക് വരുമോ? അല്ല, നീ ആരാധനയ്ക്ക് പോയാൽ മതി. നമ്മൾ നോക്കിയാലേ പലതിനെ മറികടക്കാൻ നമ്മൾ ധീരമായ സ്റ്റെപ്പുകളെ വെക്കണം. We have to take some courageous steps to overcome certain things. Hallelujah. So stepping into your victory. വിജയത്തിൽ നമ്മൾ വിജയത്തിലേക്ക് ഭാരപ്പെട്ടല്ല കയറേണ്ടത്, ഭയങ്കര ശക്തിയോടെ ബലത്തോടെ കയറണം. We have to step into victory with strength and power, not burden. ചില സമയത്ത് മാരേജിനകത്തായിരിക്കാം ബാറ്റിൽ വരുന്നത്. Maybe some battles are in the marriage. In your job, in your ministry, നീ ചെയ്യുന്ന ശുശ്രൂഷയ്ക്കകത്തും നിന്റെ വേലയ്ക്കകത്തും നിന്റെ കുടുംബത്തിനകത്തും നിന്റെ ആരോഗ്യത്തിനകത്തും ഒക്കെ ബാറ്റിൽ വരാം. Battle can come in your ministry, in your job, in your marriage, in your health, in സാമ്പത്തികത്തിനകത്ത് ഈ പറയുന്ന യുദ്ധം ഉണ്ടാകാം. It could be your finances where there is a battle. രാവിലെ വേണ്ടിയതായിരുന്നു എത്ര രൂപ? 1000 രൂപ മതിയായിരുന്നു. 1000 രൂപ രാവിലെ കിട്ടണ്ടായിരുന്നു. Morning you needed 1000 rupees, but you didn't have. പക്ഷെ നീ മുമ്പോട്ട് സ്റ്റെപ്പ് വെക്കുന്ന വ്യക്തിയാണെങ്കിൽ 1000 കർത്താവ് നിർത്തത്തില്ല. But if you take a step forward, God will not limit you with 1000 rupees. ചതിവായിട്ടൊന്നും വേണ്ട, പക്ഷെ നിന്റെ ജീവിതത്തിൽ യുദ്ധമുണ്ട്. We don't need anything unlawful, but there may be battles in your life. നീ ആ പൂർണ്ണതയിൽ എത്താൻ നിനക്ക് യുദ്ധം വരുമ്പോൾ നീ പിടിച്ച് ഉറച്ചു നിന്നോണം. Be firm and hold on when you face battles. വിക്ടറി കാണാനാണോ ഓവർകമറായിട്ട് തീരാനാണോ? നീ ഉറച്ചു നിൽക്കണം, പിടിച്ചു നിൽക്കണം. അവിടെ to see victory and to become an overcomer, hang on. എന്താണ് ഈ യുദ്ധത്തിന് കാരണം? എന്താണ് അതൊക്കെ നമ്മൾ എന്തൊക്കെ കോസം നമുക്ക് നോക്കാം. Let's see what are the reasons for battle. യുദ്ധത്തിന്റെ നീളം കുറയണമെങ്കിൽ നീ അതിന്റെ റീസൺ മനസ്സിലാക്കണം. അല്ലെ യുദ്ധം നീണ്ടുപോകും. എല്ലാ ദിവസവും ചിലർ പറയത്തില്ല, എല്ലാ എഴുന്നേൽക്കുമ്പോഴേ നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകയാതന നടുവിൽ ഞാൻ ഈ നരകത്തീന്ന്, ഞാനല്ല മൊത്തമായിട്ട് പറയും, നിങ്ങളെ അല്ല, നരകത്തീന്നെ കരകയറ്റണം. അതിവിടെ പറയാൻ ഒക്കത്തില്ല. അതുകൊണ്ട് അപ്പൊ എവിടെ ഇരിക്കുന്നത്? മനുഷ്യരെല്ലാം ജീവിക്കുന്നത് നരകത്തിനകത്ത്. എന്നും ഫൈറ്റ് ഉണ്ട്. അടുത്തിരിക്കുന്ന ആളോട് പറ, ഫൈറ്റ് ബാറ്റിലുണ്ട്. ബാറ്റിൽ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ടു മേക്ക് യു പെർഫെക്റ്റ്, നിന്നെ നന്നാക്കി എടുക്കാൻ വേണ്ടിയാ. The battles are there to make you perfect. അതിന് നീളം കൂടുന്നുണ്ടെങ്കിൽ ആ നീളം കൂടുന്നതിന്റെ കാര്യം നീ മനസ്സിലാക്കണം. എന്തുകൊണ്ടോ? why it is getting long? ഇതെന്താണ് ഇങ്ങനെ പ്രൊലോങ് ചെയ്ത് നിൽക്കുന്നതിന്റെ കാര്യം എന്താണ്? If the battle is prolonging, you must find out the reason. കാരണം അറിയത്തില്ലെങ്കിൽ യുദ്ധത്തിൽ തുടരേണ്ടതായിട്ട് വരും. എന്നും യുദ്ധം. അത് ക്രിസ്തീയ ജീവിതമല്ല. If you don't know the reason, there will be battle every day, and that is not Christian life. ചിലർ പറയുന്ന കേട്ടില്ലേ, മടുത്തു പാസ്റ്ററെ, മടുത്തു. എത്ര നാളായി അവർ യുദ്ധത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. Because they are continuing in battle. Why? അവർക്ക് അതിന്റെ റീസൺ, എന്തുകൊണ്ട് ഈ യുദ്ധം ഉണ്ടാകുന്നു എന്നുള്ളതിന്റെ റീസൺ അവർക്ക് മനസ്സിലാകുന്നില്ല. Because they haven't understood the reason for their battles. അതുകൊണ്ട് ഈ അതിനകത്ത് കാരണം അറിഞ്ഞില്ലെങ്കിൽ വെറുതെ അതിനകത്ത് തുടരേണ്ടതായിട്ട് വരും. So without knowing the reason, you unnecessarily continue in your battle. നിങ്ങൾ മറ്റൊരു ഭാഗം 1 ശമൂവേൽ 17 അധ്യായം എടുത്ത് വായിക്കുമ്പോൾ അതിനകത്ത് ഈ ദാവീദിന് വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുകയാണ്, ചേട്ടന്മാരെ ഒന്ന് പോയി കണ്ടേച്ചു വാ, അവർ യുദ്ധത്തിലിരിക്കുകയാണ്. യുദ്ധം ആരുമായിട്ടാ? ഗോലിയാത്തുമായിട്ട്, അല്ലേ? ഫലിസ്തീനുമായിട്ട് യുദ്ധമാണ്. അങ്ങനെ ഗോലിയാത്ത് ഇങ്ങനെ നിന്ന് പൊട്ടിച്ചിരിക്കുമ്പോൾ ഇവര് പേടിച്ചോടുന്ന വലിയ അവിടോട്ടാണ് ഈ ദാവീദ് ചെല്ലുന്നത്. അതിന്റെ 29 വാക്യത്തിൽ ചിലപ്പോൾ നമുക്ക് അനാവശ്യമായി വഴക്ക് കേൾക്കേണ്ടി വരും. അനാവശ്യമായി വഴക്ക് കേൾക്കും.
In 1 Samuel 17, we read where Daniel goes against battle. Actually, David. he goes to meet. David goes to meet his brothers, but unnecessarily he gets scolded by them. Sometimes ആരാ അവരുടെ ബ്രദേഴ്സാ? സ്വന്തം അമ്മ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ട പാൽക്കട്ടയൊക്കെ ഈ എന്താ പറയുന്നത് അതിന്റെ ക്യാപ്റ്റന് എവിടെ പറയുന്നത് അതിന്റെ റെജിമെന്റ് അതിനകത്ത് അത് തന്നെ ഗാരിസൺ അതിന് ഒരു ലീഡർ കാണുമല്ലോ അതിനകത്ത് ദ പേഴ്സൺ മേജർ ഒന്ന് എന്തായാലും വിളിച്ചു അയാൾക്ക് കൊടുക്കാനായിട്ട് ബർഫിയൊക്കെ സ്പെഷ്യലായിട്ട് കൊടുക്കാൻ വേണ്ടി കൊടുത്തത്. അവിടെ ചെന്ന് പറഞ്ഞ ചേട്ടൻ ഈ ചില ചേട്ടന്മാരുണ്ടല്ലോ ചുമ്മാ ആള് കളിക്കും ചേട്ടനാന്ന് പറഞ്ഞുകൊണ്ട് ആള് കളിക്കുക. David is coming to meet with his brothers with cheese in their hands to give them, but unnecessarily the brothers are fighting. മക്കളെ 29 വാക്യാണ്. അവിടെ ദാവീദ് ചോദിക്കുക എന്തിനാ എന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നത്? ഞാൻ എന്തോ ചെയ്തു? നമ്മളും ചോദിക്കത്തില്ല എടി ഇതെല്ലാം കൂടെ വരാൻ ഞാൻ എന്തോ ചെയ്തു? So David says, what have I done? ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എന്താണ്? What is the mistake that I have done? അപ്പൊ ഇതിന്റെ പുറകിൽ എല്ലാ യുദ്ധങ്ങളുടെ പുറകിൽ ഒരു അജണ്ട ഉണ്ടെന്ന് എപ്പോഴും ഓർത്തണം. എന്തോ some special reason is there for behind every battle. You must understand there is an agenda behind every battle. ചില യുദ്ധം ഇതിപ്പോ ഒരു യുദ്ധമാ. ചേട്ടനോട് ഇപ്പൊ യുദ്ധം ചുമ്മാ വെറുതെ ചെന്നോ വലിയ സന്തോഷത്തിൽ ചെന്നോ ഇപ്പൊ എന്താ പറയുന്നത് ഒരു യുദ്ധം എന്റെ മനസ്സിലുണ്ടാകുമല്ലേ? ആ യുദ്ധം എന്തുവാ? നിന്നെ കരയിപ്പിക്കാനാ ചില യുദ്ധങ്ങൾ. Now you're going towards your brothers, but now some battle is happening that makes you cry. അന്നേരം നീ ഉറപ്പിച്ചോണം, നീ മനസ്സിൽ പറഞ്ഞോണം ഞാൻ കരയത്തില്ല, and now ഞാൻ പതറത്തില്ലെന്ന്. You must tell yourself at നീ the moment. ഗിവ് അപ്പ് ചെയ്യാൻ വേണ്ടി വിട്ടുകളയാൻ വേണ്ടിയായിരിക്കും ഈ ചോദ്യങ്ങൾ. അനാവശ്യമായ വഴക്ക് പറച്ചില്ല നിന്നെ തടസ്സപ്പെടുത്തുന്നതെല്ലാം നീ അതിനകത്ത് പിന്മാറി പോകാൻ വേണ്ടിയായിരിക്കും. നീ തോറ്റു പോകണമെന്ന് ആഗ്രഹം. നെവർ ഗിവ് അപ്പ്, വിട്ടുകളയരുത്. When you face a situation, you must tell yourself, don't give up. And these things. കണ്ണുനീരുന്നാണ് ഇങ്ങനെ വരുമായിരിക്കും. 7 ചേട്ടന്മാരാ മേളിൽ നിൽക്കുന്നത്. കണ്ണുനീര് ഇങ്ങനെ പൊടിഞ്ഞിങ്ങനെ വരുന്നുണ്ട്. Swallow your tears. നിന്റെ കണ്ണുനീരിനെ നീ അങ്ങ് അകത്തോണം വലിച്ചങ്ങ് എടുത്തോണം. 7 brothers are standing against you. You might break into tears, but just swallow your tears. നിന്റെ കണ്ണുനീര് കാണാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. Because they just want to see your tears. അവരെ ശത്രുവിന്റെ മുമ്പിൽ നീ ഒരിക്കലും കരയരുത്. Never cry before നമ്മുടെ your പ്രോബ്ലം എന്താ enemies. പറയുക? യേശുവിനെ നമുക്കറിയാം, പക്ഷേ എപ്പോഴും ശത്രുക്കളുടെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവേ എന്ന് പറഞ്ഞ് ഈ പൂക്കല കണ്ണീരും ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെ ഫാസ്റ്റിംഗ് പ്രയർ മിക്കവാറും എല്ലാം കരച്ചിലിന്റെ പ്രാർത്ഥനകൾ. ഒന്നും ഒരു കാര്യവും നടക്കത്തില്ല, ചുമ്മാ. We know Jesus, but the problem with us is that we are crying before our enemies. ഡെലിവറൻസ് മീറ്റിംഗ് എന്ന് പറഞ്ഞൊരു സാധനം നടക്കും. ഡെലിവറൻസ് കഴിഞ്ഞിട്ട് പുറത്ത് പുള്ളി ഇങ്ങനെ നിൽക്കുക. ഏതാ ആരാണ് നിന്നെ ആക്രമിക്കുന്ന ആള് വെളിയിൽ നിൽക്കുകയാണ്. നമ്മൾ അകത്തോട്ട് കയറിയപ്പോൾ പുള്ളി വെളിയിൽ നിന്ന് പറഞ്ഞു ബ്രദർ കയറിയിട്ട് പോയി, ഞാൻ ഇവിടെ നിന്നോളാം. ഇവിടെ കയറി കഴിഞ്ഞ ഉടനെ തലയെ പിടിച്ച് 2 കറക്കൊക്കെ ഇറങ്ങിയപ്പോൾ നമ്മൾ ഡെലിവേർഡ് വിചാരിച്ച് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ബാളിയാ പോവാന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടിക്കുന്നു. പിന്നെ അടുത്ത ആഴ്ച അയാൾ എന്തിനും ഒരു ഡെലിവറൻസ് മീറ്റിംഗ്. വല്ല ഡെലിവറൻസും ഉണ്ട്. ഹൃദയത്തിന്റെ ശുദ്ധീകരണം വരാതെ ദൈവത്തെ ആരും കാണത്തില്ല. Without holiness, no one can see the Lord. മനസ്സിനെ യേശുവിന്റെ രക്തത്താൽ നിന്റെ കോൺഷ്യസ് മൈൻഡിനെ നീ കഴുകണം. You must cleanse your conscience with the blood of Jesus. You will always see your enemy. നിന്റെ ശത്രുവിനെ നീ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കത്തുള്ളൂ. Otherwise you are always going to see your enemy. അതുകൊണ്ട് എപ്പോഴും പങ്കപ്പാട് പറഞ്ഞിരിക്കുന്ന എഴുന്നേക്കാൻ വയ്യ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പൊ പ്രായമാകുന്നതിനെ കുറിച്ച് ഞാൻ എപ്പോഴും പറയത്തില്ല. പ്രായമാകുന്നു ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കത്തില്ലെന്ന വിചാരം. തട്ടിയകാണം വീണാലോ അയ്യോ മറിഞ്ഞു നീ പിന്നെ എഴുന്നേക്കാനൊക്കത്തില്ല. കണ്ട അത് നമ്മൾ ഒരു എത്രയോ വട്ടം വാഗൊണ്ട് പറഞ്ഞെന്നറിയോ? പ്രായമായി സൂക്ഷിച്ചോണേ. It's all about your thought pattern. എന്താണ് നീ ചിന്തിച്ചു കൂട്ടുന്നത് അതിന്റെ അടിസ്ഥാനം. അല്ല നീ ഇരുന്നു പോവും എന്റെ കുഞ്ഞെ. If you think that you are old and keep speaking that you are not feeling well, that is how you will be, and you must renew your mind. കർത്താവ് നമുക്ക് വേണ്ടി ഏറ്റവും ബെസ്റ്റാ ചെയ്തിരിക്കുന്നത്. God has done the very best for us. Many battles will come across. Battles may come. വല്ലൊക്കെ ഇങ്ങനത്തെ തടസ്സങ്ങൾ യുദ്ധങ്ങളൊക്കെ വരാം. These kind of battles will come. ശത്രുവിന്റെ മുമ്പിൽ നീ കരയരുത്. Don't cry before your enemy. എന്തുകൊണ്ടാണ് യുദ്ധത്തിന് കാരണമെന്ന് നീ കണ്ടുപിടിക്കണം. Find out the reason. ഒന്നാമത്തെ കാര്യം how you react. നീ എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു എന്നറിയാനാ. One of the reason is to see how you react. കരയുന്നുണ്ടോ നിങ്ങൾ അനാവശ്യമായി? Are you crying unnecessarily? അതാ റിയാക്ട് ചെയ്യുന്നുണ്ടോ എന്നറിയാം. അതാ യുദ്ധത്തിന് കാരണം എന്തുവാ? യുദ്ധം വരുന്നതിന്റെ കാരണം, യുദ്ധം നീളുന്നതിന്റെ കാര്യം നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നറിയാനാ. The battle is prolonging just to find out how you react. ചിലർക്ക് ഒരു നിമിഷത്തെ സന്തോഷത്തിന് വേണ്ടി മറ്റുള്ളവരെ കരയിപ്പിച്ചു കളയും. വല്ലാത്ത വാർത്ത, ഹാർഷ് വേർഡ്സ് ഒക്കെ അറിയാതെ പറയും. Some people have this habit of making others cry for a moment of. അവർക്കത് ഇഷ്ടമല്ലെന്ന് അറിയാമെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി അങ്ങനെ ബിഹേവ് ചെയ്ത് കാണിക്കും.
They know that this is not acceptable, but they still behave that way. ആരെങ്കിലും ഇന്ന് രാവിലെ ഇറങ്ങുന്നതന്നെ പാന്റ് ഇട്ടത് തന്നെ ആരെങ്കിലും തകർക്കാൻ വേണ്ടി, ആരെങ്കിലും കരയിപ്പിക്കാൻ വേണ്ടി ചിലർ ഇറങ്ങുന്നതന്നെ വീട്ടിൽ നിന്ന്. Some people get out of their house just to make others യേശുവായിട്ട് cry. യേശുവിനെ കൊല്ലണമെന്ന് പറഞ്ഞോടാ നടക്കുന്നത്. കുറേ ആളുകൾ യേശു എന്തോ ദോഷം ചെയ്തു, യേശു എല്ലാവരും സഹായിക്കില്ല, എന്നിട്ട് യേശുവിനെ കൊല്ലണം. പക്ഷെ യേശു പേടിച്ചു പോയിട്ടില്ല. പേടിച്ചു, പ്രസംഗം വന്ന് പേടിപ്പിച്ചു. അവരുടെ മധ്യത്തിൽ പള്ളി പോയതുകൊണ്ട് പ്രസംഗിച്ചു. Everybody wanted to kill Jesus and everyone is against Jesus. നിന്നെ റിഡിക്യൂൾ ചെയ്യാൻ, നിന്നെ നാണം കെടുത്താൻ വേണ്ടി കച്ചകെട്ട് ഇറങ്ങി നടക്കുന്നവരുണ്ട്. There are some people who come out just to ridicule you. And for that you cannot shame that shameless people. അങ്ങനെ നാണം കെട്ടവന്മാരെ നിനക്ക് നാണം കെടുത്താൻ പറ്റത്തില്ലായിരിക്കും. You will not be able to ridicule those who ridicule. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എന്നെ ആദ്യമൊക്കെ ഈ ആൾക്കാര് വീട്ടുകാരൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത് ബിഷപ്പ് എന്നായിരുന്നു. ഞാനങ്ങ് ബിഷപ്പായി അന്നേരം. ഞാനോ കൈമുത്തൊക്കെ കൊടുക്കുന്നത് കൊണ്ട് Some people initial days calling me a bishop. ഞാൻ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുന്നു പറഞ്ഞാൽ ഞാൻ ബിഷപ്പ് തന്നെയാണെന്ന്. I am a bishop. I call myself. കാരണം തിമോത്തിയോസിന്റെ ലേഖനം വായിക്കുമ്പോൾ 3-ാം അധ്യായം വായിക്കുന്ന പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന പാസ്റ്ററും ഗീസ്റ്ററും ഒന്നും അല്ല ഇരിക്കുന്നത്. പാസ്റ്ററും ഒന്നും അല്ല എഴുതിയിരിക്കുന്നത്, ബിഷപ്പാ. If you are the head of a congregation, you should be known as the bishop. If you read the epistles to Timothy, it is not written pastor there. എപ്പിസ്കോപ്പസിലാണ് നിൽക്കുന്ന ആള്. എപ്പിസ്കോപ്പൽ എന്ന് പറയുന്ന ആ വേർഡ് ഗ്രീക്ക് വേർഡാണ്. അതിന്റെ അർത്ഥം ബിഷപ്പ് എന്ന് തന്നെയാണ്. If you are a president of a congregation, you are a bishop. You are an episcopacy. ഞാൻ ബിഷപ്പ് തന്നെയാണ്. So I am a bishop. ഞാൻ പറയും യെസ്, എന്നെ ബിഷപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയും യെസ് പ്ലീസ്. If somebody calls me a bishop, I say yes. പണ്ടങ്ങനെയല്ലായിരുന്നു. അയ്യോ ബിഷപ്പ് അല്ല കേട്ടോ, ഞാൻ ഇങ്ങനെയാന്ന് കാണിക്കുമായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി എന്തോ ഒരു പോടത്തിന് കാണിക്കുക. ഞാൻ ബിഷപ്പ്, അവർക്കാ മനസ്സിലായി, എനിക്ക് മനസ്സിലായില്ല. Then I realized they understood that I'm a bishop, not me. ശത്രുവിന് മനസ്സിലാകും നീ ആരാന്ന്. Your enemy knows who you are. നീ അന്നേരം നാണം കെടാനല്ല, ശത്രു കറക്റ്റ് മനസ്സിലാക്കി നീ ആരാന്ന്. The enemy correctly knew who you are. ഉപദേശിയെന്നൊക്കെ ചിലർ വിളിക്കും. Some people call me even instructor. പെട്ടെന്ന് നാണം കെട്ട് പറയും ഉപദേശിയാന്നു. ഞാൻ സൈക്കിളിൽ നടക്കുന്ന പഴയ മറ്റേ ഉപദേശിയാന്നു, തോമാ ഉപദേശിയാന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഉപദേശിയാ. കാര്യം ഉപദേശിക്കുന്നവനെ ഞാൻ ഉപദേശിക്കത്തില്ലേ നിന്നെയല്ലോ. I instruct you, so I am so. അപ്പൊ ഉപദേശിയല്ലേ. പിന്നെ ഒരാൾ വിളിച്ചിട്ട് ചോദിക്കുക, റോണി ഉപദേശിയാന്നോ, വീട്ടിൽ വരാമോ ഒന്ന് പ്രാർത്ഥിക്കാനെന്ന്. ആദ്യം കൊച്ചായതുപോലെ തോന്നി. It may look like you are റോണി insulted. ഉപദേശിയാന്നോന്ന് നോർത്ത് നോക്കിക്കേ. Somebody called me a Ronnie. നമ്മള് പ്ലാസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാ നിന്നെ കളിയാക്കും ആൾക്കാർ. People will insult you. എന്റെ സന്തോഷത്തിനകത്ത് ദേഷ്യമുള്ള എത്ര പേരുണ്ടെന്നറിയോ? ഞാൻ ഈ പൊട്ടിച്ചിരിക്കുന്നതിനകത്ത് പാസ്റ്റർ അത്രയൊന്നും വേണ്ട. Some people don't even like me laughing. പറഞ്ഞറിയാൻ വയ്യാത്ത സന്തോഷത്തില് ഞാൻ ഇരിക്കുന്നു. I am in unspeakable joy. നിങ്ങൾ ഇനിയിപ്പോ എന്നാ പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്നെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കർത്താവിന് എന്നെ ഇഷ്ടമാണ്. Whether you like me or no, the Lord loves me. എന്റെ ചില ബിഹേവിയർ ഒന്നും നിങ്ങൾക്ക് പിടിച്ചില്ല, ഞാനിപ്പോ എന്ത് ചെയ്യും? ഞാൻ കേസൊന്നും കൊടുക്കാൻ പറ്റില്ല. പക്ഷെ കർത്താവിന് എന്റെ സന്തോഷത്തെ കെടുത്താൻ ആർക്കും കഴിയത്തില്ല. Nobody can kill my joy because I'm in the joy of the Lord. And today you understand there's a grace coming upon you to handle the battle. നിന്റെ മേൽ കർത്താവിന്റെ കൃപ അധികമായി ഇറങ്ങി വരികയാണ്. നിന്റെ ബാറ്റിലിനെ നിനക്ക് ഹാൻഡിൽ ചെയ്യുവാൻ, കൈകാര്യം ചെയ്യുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നീ ആഗ്രഹിച്ച്. Today a grace is coming upon you so that you can handle your battle. I always say that I am victorious in Christ Jesus. യേശു കർത്താവിൽ ഞാൻ ആമേൻ വിജയാളി തന്നെയാണ്. I am an overcomer in Christ Jesus. Hallelujah. Hallelujah. നിന്നെ പേഴ്സണലി ഇന്നിപ്പോ രാവിലെ ആർക്കെങ്കിലും വ്യക്തിപരമായി നിന്നെ ആരെങ്കിലും ആക്ഷേപിക്കുന്നു പറഞ്ഞാൽ നീ അങ്ങ് സ്തുതിച്ചോണം, ദൈവത്തെ സ്തുതിച്ചോണം. If somebody is insulting you this morning, you must just praise God. ആമേൻ, ഹല്ലേലൂയ. എല്ലാ മേഖലയിലും വരും. കുടുംബത്തിനകത്ത് പ്രശ്നം വരും, സാമ്പത്തിക പ്രശ്നം വരും, ആരോഗ്യ പ്രശ്നം വരും. അതിനകത്തെല്ലാം നീ ദൈവത്തെ സ്തുതിക്കുക. You must praise God if someone is insulting you. ഹല്ലേലൂയ. Hallelujah. അങ്ങനെ ബലത്തോടെ നിൽക്കുന്നവനെ യുദ്ധത്തിൽ ജയിക്കത്തുള്ളൂ. Such people win their battles. പ്രത്യേകിച്ച് സ്ത്രീകളെ കണ്ടിട്ടില്ല. എന്തെങ്കിലും പറഞ്ഞ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞു പെട്ടെന്ന് പോയി കാറ്റടിച്ചു വിടുമല്ലോ, ഗ്യാസ് മൊത്തം പോയി. ഇപ്പൊ empty സിലിണ്ടർ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക, ഒന്നുമില്ല. Especially women, if their husband says some Who will take advantage of that? നിങ്ങളെ അങ്ങനത്തെ ശോഷിച്ച അവസ്ഥയ്ക്ക് ആരാണ് അതിന്റെ എന്താ പറയുന്നത്, ഇതിനെ ചൂഷണം ചെയ്യുന്നവരാണെന്നറിയോ? ശത്രു. It is the enemy who is exploiting such situations in your life. വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം, അല്ലാത്തതിനെല്ലാം നീ എതിർത്ത് നിന്നോണം. ഈ യുദ്ധത്തിനകത്താണ്. നിന്റെ യുദ്ധം വേഗത്തിൽ നിൽക്കണമെങ്കിൽ നീ കർത്താവിൽ ആനന്ദിച്ചോണം. You must rejoice in the Lord so that your battle is short-lived. നോക്കിയേ, 17 വയസ്സുള്ളപ്പോഴേ ഈ വലിയ ഇത്രയും അടി പൊക്കം 9 അടി പൊക്കമുള്ള ഗോലിയത്തിന്റെ അടുക്കലോട്ട് ദാവീദ് പോകുന്നത്. 70 at the age of 17. 17 വയസ്സുള്ളപ്പോ എന്നെ അറിയാം അവന്.
David was so young, at the age of 17, he goes against battle against a giant, 9 feet giant. ഇവിടെ ഇരിക്കുന്ന 17 വയസ്സുള്ള ആരുണ്ട് ഇവിടെ? ഷിൻഡോ ഉണ്ടല്ലേ 17 വയസ്സുള്ള? 17 വയസ്സുള്ള നിങ്ങൾ ഗോലിയത്തിന്റെ അടുക്കലാണ് യുദ്ധത്തിന് പോകുമോ? Anybody dare to do that? നിങ്ങൾ നോക്കിയേ, അഭിഷേകമുള്ളവന്റെ അടുക്ക ഉണ്ടല്ലോ, നീ എത്ര വലിയ ഉയർന്ന പ്രശ്നമാണെങ്കിലും നിലനിൽക്കത്തില്ല. Against the anointed ones of the Lord, no problem can stand. ഒരു ദേശത്തിന്റെ വിജയത്തിന് വേണ്ടിയാണ് കർത്താവ് അവനെ അഭിഷേകം ചെയ്ത് നിർത്തിയിരിക്കുന്നത്. The Lord anointed him to save a nation. ജയത്തിന്റെ സീസൺ ആണെന്ന് നീ വിശ്വസിക്കണം. ഇത് ഇന്ന് നീ വിശ്വസിക്കണം. ടുഡേ ഈസ് 22 സെപ്റ്റംബർ അല്ലേ? സെപ്റ്റംബർ 22 അല്ലേ? ഇന്നെന്ന് പറയുന്ന ദിവസം നീ നോട്ട് ചെയ്ത് വെക്കണം. ഇന്ന് മുതൽ നിന്റെ സീസൺ ജയത്തിന്റേത് ആരംഭിക്കുകയാണ്. Note today's date. From today your days of victory is beginning. പ്രായമുള്ളവർ ചിലപ്പോൾ വിചാരിക്കും, ഓ ഇനി നമുക്ക് എന്നാ ഇത് എല്ലാം പോയി കിടക്കും, ഇങ്ങനെ ഇരിക്കും. അതാണ് ഈ കുഴപ്പം. നിന്നെ ഒരു യൗവനക്കാരായി യേശു കർത്താവിൽ കാണണം. You must see yourself as a young person in നമ്മൾ കുറെ Christ. വാക്യം പിടിച്ച് തലമണ്ടയ്ക്കകത്ത് വാക്യം പിടിച്ചുകൊണ്ടിരിക്കുക. വാക്കത്തേക്കാളും കഷ്ടമാണ് പിന്നെ വായിന്ന് വരുന്നില്ല. അനാവശ്യമായി തിന്നും എടുത്തും നശിപ്പിച്ച് കളയാതെ പൈസ ഉണ്ടെങ്കിൽ ദൈവരാജ്യത്തിനകത്തോട്ട് ഉപയോഗിക്കാം. എന്റെ മോനെ, നിന്റെ പൈസ നീ ഇവിടെ കൊണ്ട് സ്വത്രാഴ്ചയിട്. കർത്താവ് നിന്റെ സ്വത്രാഴ്ച കർത്താവ് വർദ്ധിപ്പിക്കും. The Lord will increase you. Just invest your money in the kingdom instead of wasting in eating and drinking. എനിക്ക് ഭാഷണം കൊണ്ടു തരുമെന്ന് വേണ്ട, നീ എവിടെങ്കിലും കൊണ്ടുവന്ന് കർത്താവിന് പ്രയോജനമുള്ളടത്ത് കൊടുക്കും. Please give it in a place where the Lord can be യുദ്ധം എന്തിനാണ്? രണ്ടാമത്തെ കാര്യം, യുദ്ധം എന്തിനാണ്? Why there is war? Why there is battle? Why there is what is the second reason problem for the against you? battle? എന്നാ ഒന്ന് to position you. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിന്നെ യഥാസ്ഥാനപ്പെടുത്തുവാനാ. നീ ആരാണെന്ന് നിനക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാ. You must understand who yourself and God has ദാവീദിനെ നിങ്ങൾ positioned ശ്രദ്ധിച്ചേ, you. ദൈവത്തിന്റെ പദ്ധതിയിലേക്കാണ് ദാവീദ് പോകുന്നത്. ഒപ്പോസിഷൻ ഉണ്ട്, ചേട്ടൻ വഴക്ക് പറയും. David is stepping into the plans of God against the opposition. ഇന്ന് രാവിലെ ഞാൻ ചോദിക്കുകയാണ്, ഡു യു ഹാവ് എനി സ്ട്രഗിൾ? നിന്റെ വിശ്വാസ ജീവിതത്തിനകത്ത് ചർച്ച വരുന്നതിന് നിനക്ക് സ്ട്രഗിൾ ഉണ്ടോ? Do you have struggles in coming to church in your faith ആ life? സ്ട്രഗിൾ നിന്നെ റീപൊസിഷൻ ചെയ്യുവാണെന്ന് വിചാരിച്ചോട്ടെ. കാര്യം ഇന്നലെ ഇരുന്നത് പോലെ നീ ഇന്ന് ഇരിക്കരുത്. The trouble should reposition you because you shouldn't remain the same way as you were before. നീ സ്ഥാനത്ത് ഇരിക്കണം. ദൈവം അല്ലേ എന്തോ ചെയ്യാൻ പറ്റും? എവിടെ ഇല്ലെങ്കിൽ പിന്നെ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നു? You must be in your position, otherwise God അങ്ങോട്ടും cannot ഇങ്ങോട്ടും use കണ്ട you. ആരുടെ ഏതാണ്ടൊക്കെ കണ്ടച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലരാണ് ചർച്ച മാറി അങ്ങനെ നടക്കരുത്. ബി അറ്റ് വൺ പ്ലേസ് ആൻഡ് ഗെറ്റ് സംതിങ്. ഞാൻ പറയുന്നു, ഒരാൾ ഒരു ചർച്ചയിൽ പോയി കഴിഞ്ഞാൽ ആത്മീയമായ വർധന ഉണ്ടാകണം. Never keep on changing your church. Wherever you go, you I must truly help people to grow in the spirit of the Lord. ദൈവാത്മാവിൽ വളരണമെന്ന് എൻ്റെ ആഗ്രഹം. ഞാൻ വചനത്തിൽ വളർത്തുന്ന വ്യക്തിയാണ്. I am a person who encourages you and edify you in your spirit, and I want you എല്ലാ to have വർഷങ്ങളും spiritual 30-50 edification. വർഷം ഒരു ചർച്ചയിൽ ഇരുന്നിട്ട് ഒരു ഗുണമില്ലെങ്കിൽ എന്നാ ഗുണം? എല്ലായിടത്തും നമുക്ക് ബാറ്റിലുണ്ട്. We have battle at every front. ചിലത് ഞാൻ പറഞ്ഞിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പറയാം. ബി അറ്റ് വൺ പ്ലേസ്, ബി അണ്ടർ എ പേഴ്സൺ. ഒരു സ്പിരിച്വൽ അതോറിറ്റിയുടെ അടുക്കൽ ഇരുന്നാൽ അയാളുടെ മേൽ നീ യോശുവ മോശയുടെ അടുക്കൽ ഇരിക്കാതെ ഒരു കാലത്ത് അപ്പുറത്ത് പോയി അഹരോന്റെ അടുക്കൽ ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? Joshua had to be വേറെ under ആരെല്ലാം Moses. ഉണ്ട്. ഒന്നുമല്ല, നിന്നെ പ്ലേസ് ചെയ്തെടുത്ത് നീ കറക്റ്റായിട്ട് അവിടെ ഇരുന്ന ദൈവികമായിരിക്കുന്ന സകല കാര്യങ്ങളും നിന്റെ മേലെ ഒഴുകും. If you are seated at the place where you are placed, godly things will flow into you. കൂട് വിട്ട് കൂടുമാറി നടക്കരുത്. Please don't go around one way. ഓപ്പർച്യൂണിറ്റി ചിലയിടത്ത് ഇരുന്നാൽ നിനക്ക് കിട്ടത്തില്ല. നിന്നെ കർത്താവ് പ്ലേസ് ചെയ്യുന്നിടത്ത് നിനക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടും. Opportunities come in the place where God is placed. ചില കൂട്ടുകളിൽ നിനക്ക് ദൈവിക പർപ്പസ് മനസ്സിലാക്കത്തില്ല. In some Get places, aligned. അതുമായിട്ട് കണ്ടില്ല, വീൽ അലൈൻമെന്റ്, കാറൊക്കെ ഉള്ള ഒരു വീൽ അലൈൻമെന്റ് നടത്തുന്നത് പോലെ അലൈൻഡ് ആയിക്ക് ദൈവത്തിന്റെ പർപ്പസ് നിന്റെ ജീവിതത്തിൽ കൂടെ വരും. if you are in the wrong place, you will not understand the plans ഇതുവരെ of God. മനസ്സിലായിട്ടില്ലെങ്കിൽ So get today aligned. that should be your prayer. Lord, position me according to your plan and purpose. ദൈവമേ, എന്നെ നിന്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് എന്നെ ഒന്ന് സ്ഥാനപ്പെടുത്തി വെച്ച്. Today ask the Lord to position you according to His plans. ലൈഫിനെ സീരിയസ് ആയിട്ട് കാണാത്ത ആൾക്കാർക്ക് വലിയ പ്രശ്നമാണ്. Those who don't see their life seriously, അതുകൊണ്ട് it's a big അവർക്ക് problem. ലൈഫിൽ യുദ്ധം വരും തുറന്നേ അവർ ഉടനെ ചോദിക്കും, വൈ എന്താ എനിക്ക് മാത്രം എന്നാ ഇങ്ങനെ. So that is why when you get trouble, you keep asking, why is it happening to me? എനിക്ക് മാത്രം എന്നാ പാസ്റ്റർ. Why only പാസ്റ്റർ me? ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നൊക്കെ പറഞ്ഞ ആളാ. ഇപ്പൊ എഴുത്തുമില്ല, ഒന്നുമില്ല, നേരെ ഡയറക്റ്റ്. എന്തോത്തിന് എഴുതി വെക്കാൻ? നോട്ട് ബുക്ക് വെറുതെ തീർക്കാവുന്നല്ലേ ഉള്ളൂ. ചിലർ എഴുതി വെക്കുക, മറന്നു പോകും. അതുകൊണ്ട് നമ്മുടെ പ്രശ്നമേ നമ്മൾ ഓർക്കത്തില്ല, മറന്നു പോകും. നോട്ട് ബുക്കിൽ എഴുതി വെക്കുക. എന്നിട്ട് പറയുന്നില്ല, അവരെ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ നമുക്കൊരു സാധനം പറയാനുണ്ട്, ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു, വലിയ കാര്യമായി പോയി.
You write down your problems and you pray. മറ്റേ And നീ then you മറന്നു boast പോയതിനെ about നോട്ട് it. ബുക്ക് ഇരിക്കുന്നോണ്ട് മറക്കത്തുമില്ല. Because your problems are in the notebook, you don't You forget. always want to see your problem. നമ്മുടെ കുഴപ്പം എന്താ പറയുക, നിനക്ക് ആ പ്രശ്നം അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് കാണണം. You always want to അല്ല see whether the പ്രശ്നത്തെ problem is മറികടന്ന് there. മുമ്പോട്ട് പോകണമെന്നല്ല. Instead of overcoming the problem, കണ്ടില്ലേ, പ്രശ്നം എഴുതി വെച്ച് കഴിഞ്ഞാൽ നോട്ട് ബുക്കിനകത്ത് പ്രശ്നം കിടക്കും. പിന്നെ നമ്മൾ വന്നിച്ച് നമ്മൾ മുമ്പോട്ട് പോയാലും പിന്നെ തിരിച്ചു വന്ന് ഉണ്ട് കേട്ടോ, പിന്നെ ഇങ്ങനെ തന്നെ ജീവിക്കുന്നു. if you're going to look at your problem, you keep looking at it. പ്രശ്നം ഉണ്ടായിരുന്നെന്ന് ഇന്നലെ, Yesterday, ഇന്നെ അവൻ ജയത്തോടെ നിർത്തിയിരിക്കുവാണെന്ന്, but today he is പ്രശ്നമേ വഴിമാറാം എന്ന് പറയാൻ നിനക്ക് പറ്റുമ്പോഴേ നീ പ്രശ്നത്തെ അതിജീവിച്ച് മുമ്പോട്ട് പോത്തുള്ളൂ. If you say that your problem is not big, you will be able to overcome it. എനിക്ക് ഭയങ്കര, ഞാൻ ആസ്മാറ്റിക് ആയിരുന്നു. ആസ്മയായിട്ട് ഞാൻ എഴുതി വെച്ചിട്ട് എനിക്ക് ആസ്മ, ഇന്ന് ഞാൻ സാക്ഷിയാ പറയുന്നു, ഞാൻ ആസ്മ മരിച്ചു കിടന്ന് എന്നെ കർത്താവ് ജീവൻ തന്ന് ജീവന്റെ സമൃദ്ധിയിൽ നിർത്തിയിരിക്കുന്നു. I was asthmatic, but today Lord has made me a testimony because He gave me His ഞാനൊരു life and കാര്യം helped me പറയാം, overcome. കർത്താവ് നീ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയാൽ ദൈവം നിന്റെ പൊസിഷനെ മാറ്റും. If you humble yourself in the presence of God, നിങ്ങൾ the Lord will നോക്കിയേ, reposition you. ജോസഫിന്റെ സ്വപ്നം ഫുൾഫിൽ ആകണമെങ്കിൽ ജോസഫ് ഈജിപ്തിൽ ചെന്നേ പറ്റത്തുള്ളൂ. Joseph had to be in Egypt to fulfill his dream. Listen to me. ഈജിപ്തിൽ അവൻ ചെല്ലണമെങ്കിൽ അവന്റെ ബ്രദേഴ്സ് അങ്ങനെ പെരുമാറിയേ പറ്റത്തുള്ളൂ. If he had to reach Egypt, his brothers had to behave that way. മോനെ ഇങ്ങോട്ട് നോക്കിയാ മോനെ, ഇത് ആരാണ് അവന്റെ പാസ്പോർട്ട് അടിച്ചു കൊടുത്ത ആരാന്നറിയോ? പോത്തിഫർ. You know who gave him a passport? ഈജിപ്തിൽ നീ ചെല്ലാനുള്ള നിന്റെ പാസ്പോർട്ട് പോത്തിഫറിന്റെ കയ്യിലായിരിക്കുന്നത്. അവൻ അത് സ്റ്റാമ്പ് ചെയ്യുമ്പോൾ നീ ഈജിപ്തിൽ ചെല്ലും. When Potiphar stamps your passport, നീ you will reach Egypt. നീ പ്രശ്നത്തിൽ കൂടെ പോകുന്ന എന്തിനാ ഈ പ്രശ്നം എന്നല്ല, നീ പ്രശ്നങ്ങളെ അതിജീവിച്ച് അപ്പുറത്ത് ചെല്ലും. When you go through trouble, instead of asking why, you overcome the problem and reach the other side. ഹല്ലേലൂയ. ഇന്ന് രാവിലെ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിന്റെ പാസ്പോർട്ട് അമൻ സ്റ്റാമ്പ് ചെയ്ത് വരുന്നോണ്ട് വന്നിരിക്കുകയാണ്. You have come to a place where your passport നീ അതിന്റെ അപ്പുറത്തേക്ക് കയറി ചെന്ന് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി തീരാൻ പോവുകയാണ്. You are going to become a prime minister of a ഒരു ബാറ്റിൽ country. വരുമ്പോൾ നീ ഓർത്തോണം, നീ തോറ്റു പോകുകയല്ല, നീ ജയിച്ചു നിൽക്കുകയാണ്. When a battle comes, ദൈവം നിന്നെ പൊസിഷൻ ചെയ്ത് നിർത്തുകയാണ്. God has positioned you. ആണ് നോക്കിയ റൂത്ത് മോവാബിൽ ഇരുന്നോണ്ട് വല്ല ഗുണമുണ്ടോ? What was the benefit of Ruth being in അതുകൊണ്ടാണ് Moab? ബോവാസിനോട് കണക്ട് ചെയ്യുന്ന കണ്ടില്ല. ബോവാസിനോട് കണക്ട് ചെയ്തപ്പോൾ മോവാബിയ ബന്ധമല്ല ഇസ്രായേൽ ബന്ധത്തിലേക്ക് അവളെ അലൈൻ ചെയ്തു. The Lord connected her to Boaz and she came out of Moab. For that you leave Moab. മോവാബ് വിട്ടേ. And to get rightly connected, you have മോവാബ് to വിട്ടെങ്കിൽ leave Moab. മാത്രമല്ല നിനക്ക് ജെറുസലേമിൽ അപ്പത്തിന്റെ വീട് ബേത്ത് വീട് ലഹീം അപ്പമുള്ള വീട്ടിൽ വരാൻ പറ്റൂ. Unless you leave Moab, you cannot come to Bethlehem, which is the house of bread. അപ്പമുള്ള വീട്ടിൽ വരാൻ നീ എങ്ങനെ അപ്പനെ കാണും? If you don't come to the house of bread, how will you see Who your is that father? bread of life? ആരാണ് നിന്റെ ജീവന്റെ അപ്പമാരാണ്? അവനോട് നീ കാണണ്ടായോ? You have to see your bread of life. 1 ശമൂവേൽ 16 അധ്യായത്തിനകത്ത് അഭിഷേകം ചെയ്യ ദാവീദിനെ. For Samuel 16, we see David being 17 anointed. അധ്യായത്തിനകത്ത് യുദ്ധം വെളിപ്പെട്ടു. 17 is the battle. കാര്യം പറയും, യുദ്ധത്തിലേക്ക് വരുമ്പോൾ അഭിഷേകമുള്ളത് കൊണ്ട് യുദ്ധത്തിൽ ഇവൻ തോറ്റു പോകത്തില്ല. And because of the anointing, he is not defeated in the battle. എന്തിനാണ് why this war, why this battle now? ഈ 17 അധ്യായത്തിലെ യുദ്ധം എന്തിനാണ്? കഴിഞ്ഞ അധ്യായത്തിൽ നിനക്ക് കിട്ടിയിരിക്കുന്ന അഭിഷേകത്തെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുവാൻ. Why do you have a battle now? Because the anointing that നീ you receive. അഭിഷേകമുള്ള വ്യക്തിയാണെങ്കിൽ ഈ യുദ്ധം വരാതെ നിന്റെ അഭിഷേകത്തിന് നിനക്ക് മനസ്സിലാവും. Without having a battle, how will you understand your level of anointing? നിന്നിലൂടെ അഭിഷേകം വെളിപ്പെടണമെന്ന്. Through you, the anointing should be revealed. ഗോലിയാത്ത് ഇല്ലെങ്കിൽ ഗോലിയാത്ത് വരാതെ ഇത്രയും പോക്കള് 200 ടണ്ണ് ഭാരമുള്ള ഹെൽമെറ്റാ പുള്ളി വെച്ചിരുന്നത്. അപ്പൊ എന്തോ മനുഷ്യനായിരിക്കും ആള്. Goliath was wearing a helmet 200 ടണ്ണല്ല 200 kilos. കിലോ ഭാരമുള്ള ഹെൽമെറ്റ് അയാൾ വെച്ചിരുന്നു. 9 അടി പൊക്കം ഉണ്ടെന്നാ പറയുന്നത്. 9 feet tall. പുള്ളിക്ക് വേറെ 2-3 ബ്രദേഴ്സ് ഒക്കെ ഉണ്ട്. He had few other brothers. അത് അറിയണമെങ്കിൽ ഇവിടെ റൂത്ത് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്. ആ ബുക്ക് എടുത്തു വെച്ച് വായിക്കണം. To find out about it, we have a book here called Ruth. ചാപ്റ്റർ 10 അതിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. ദാവീദ് എങ്ങനെയാണ് ദാവീദിന്റെ അഭിഷേകം തിരിച്ചറിയുന്നത്? How can David understand his anointing? ഹല്ലേലൂയ. Hallelujah. യുദ്ധത്തിന്റെ നടുവിൽ നിന്റെ ബലം വെളിപ്പെടണം. Midst of the battle, your strength should be. ഇന്ന് പറ, ആ യുദ്ധത്തിന്റെ നടുവിൽ എന്റെ സ്ട്രെങ്ത് ദൈവം വെളിപ്പെടുത്തും. In the midst of the battle, the Lord will reveal my strength. That anointing in me has power. എന്റെ അകത്ത് വന്നിരിക്കുന്ന അഭിഷേകത്തിന് ശക്തിയുണ്ടെന്ന്.
The anointing that has come in me has എന്റെ അകത്ത് power. വന്നിരിക്കുന്ന അഭിഷേകത്തിന് ശക്തിയുണ്ടെന്ന്. The anointing in me has power. അത് നമ്മുടെ കേടുപാടുകളെ സൗഖ്യമാക്കുവാൻ കഴിയുന്നതാണെന്ന് വിശ്വസിക്കണം. It can heal our wounds. ഞാൻ ഇങ്ങനെ എന്തോ പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ ഇങ്ങനാണെന്ന് വിചാരിച്ചു നമ്മൾ അങ്ങനെ ഇരിക്കത്തുള്ളൂ. If you think I'm like this, you എന്നെ will remain തല്ലണ്ട that അമ്മാവ, way. ഞാൻ നന്നാകൂല. പിന്നെ അങ്ങനെ നന്നാകുന്നത് എന്നെ Please don't തല്ലണ്ട, correct me, പാസ്റ്റർ I will കൂടുതലൊന്നും not get പറയണ്ട, ഞാൻ corrected. നന്നാകത്തില്ല, ഞാൻ ശരിയാകത്തില്ല. ഞാൻ ശരിയാകത്തില്ല നീ എത്ര പ്രാവശ്യം പറയുന്നു അത്ര കണ്ട് നീ ശരിയാകാതെ പോകും. If you think that you cannot be corrected, you cannot be corrected. പപ്പ പാസ്റ്റർ എന്നെ ഒന്ന് തലയിലോട്ട് കൈവച്ച് പ്രാർത്ഥിച്ചു എനിക്ക് നന്നാകണമെന്ന്. You must say, Papa, please, Pastor, pray for me. I need to get corrected. എന്റെ പൊന്നച്ചായ ആ തലയിലോട്ട് എന്റെ കൈ നിങ്ങളുടെ കൈ ഒന്ന് വെച്ചിട്ടൊന്ന് പ്രാർത്ഥിച്ചേ, നിങ്ങളുടെ മേലൊരു അഭിഷേകം ഉണ്ട്, അത് എന്നിലോട്ടൊന്ന് ഒഴുകട്ടെന്ന്. Please lay your hands on me so that പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ, ഞാട്ടിൻ നീണം കോട്ടതൻ സംഹാരകൻ കടന്നു പോയി. പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ, കുഞ്ഞാടിൻ നീണം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താനവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താനവർക്കെന്നുമേ. പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ, കുഞ്ഞാട്ടിൻ നീണം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോയി. ശക്തരായ രാജാക്കളാം സീഹോനുമോകും വന്നാൽ ശങ്ക വേണ്ട ഭീതി വേണ്ട, ശക്തൻ നിന്നായകൻ താൻ. എത്ര രാജാക്കന്മാർ വന്നു? 14 രാജാക്കന്മാർ സംഘം ചേർന്ന് വന്നു. 14 kings came against Joshua. ശക്തരായ രാജാക്കന്മാരാ വന്നത്. The 14 strong kings came against. ദൈവശക്തിയുടെ വെളിപ്പെടുത്തലാണ് കേട്ടോ അഭിഷേകം. It is a display of God's power. ഞാൻ ഇനി വരുന്നില്ല, ഞാൻ വരുന്നില്ല. Pastor, നീ തോറ്റ് I'm fed up, പിന്മാറി I'm not പോവുകയാണ്. coming. നീ That ചർച്ച means you വന്നില്ലെങ്കിൽ failed. അതിന്റെ അർത്ഥം നീ തോറ്റെന്നതിന്റെ അർത്ഥം. നീ If you're not coming to നീ church, that means മുട്ടുമടക്കി, you ആരുടെ failed. മുമ്പിൽ മുട്ടുമടക്കി? ശത്രുവിന്റെ മുമ്പിൽ മുട്ടുമടക്കി നീ എന്നേക്കുമായിട്ട് അഗാധ കൂപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. If you are not coming to church, you are defeated yourself before the enemy. നീ You are going നശിച്ചു down the പോകും. pit. നീ നശിച്ചു പോകാനല്ല ദൈവം നിനക്ക് വേണ്ടി ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. God doesn't want you to get destroyed. അത് പറയാതെ ഇന്ന് നീ പറ, ഇന്നാണ് എന്റെ ജയം, Today is my day of victory. ഇന്നാണ് എന്റെ ജയം. Today is the day of my victory. Today is my day of victory. Hallelujah. I will overcome it. ഞാൻ അതിനെ മറികടക്കുക തന്നെ ചെയ്യും. I will overcome it. Hallelujah. The element of heaven is inside of you. നിന്റെ അകത്ത് സ്വർഗീയമായിരിക്കുന്ന ആ എലമെന്റ്സ് എല്ലാം ഇരിപ്പുണ്ട്. The element of heaven is inside you. അഭിഷേകം എന്ന് പറഞ്ഞാൽ എന്തുവാ? The elements, heavenly element നിന്റെ അകത്തിരിക്കുകയാണ്. Anointing is an അഭിഷേകം എന്ന് element of പറഞ്ഞാൽ heaven. that is the flow of the Holy Spirit. ദൈവത്തിന്റെ ആത്മാവിന്റെ ഒഴുക്കാണ് ഈ അഭിഷേകം എന്ന് പറയുന്നത്. It is a flow of the Holy Spirit, the anointing. അഭിഷേകത്തും കൊണ്ട് എന്താ സംഭവിക്കുന്നത് പറയാ? ഡിവൈൻ വിസ്ഡം, ദൈവിക ജ്ഞാനം നിനക്കുണ്ടാകും അഭിഷേകം ഉണ്ടെങ്കിൽ. Through anointing you get divine wisdom. അപ്പോൾ മനസ്സിലാക്കണം, നിനക്ക് ദൈവിക ജ്ഞാനം ഉണ്ടെങ്കിൽ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായെന്ന് അർത്ഥം. If you have divine wisdom, then you have a solution to your problem. Hallelujah. 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 ഇന്നലത്തെ അഭിഷേകത്താൽ ഇന്നത്തെ പ്രശ്നത്തെ നേരിടാൻ നിനക്ക് കഴിയത്തില്ല കുഞ്ഞ്. You cannot overcome today's problem with yesterday's anointing. ഒന്ന് ഓർത്ത് നോക്കിയാൽ ഇന്നലത്തെ കാര്യം കൊണ്ട് ഇന്ന് ജയിക്കാൻ ഒക്കത്തില്ല. You cannot overcome with yesterday's anointing. പണ്ട് നിനക്ക് അഭിഷേകം ഉണ്ടായിരുന്നു, നീ സിംഹത്തെ അടിച്ചു കൊന്നു കാണുമായിരിക്കും, കരടിയെ നീ വലിച്ചു കീറി കാണുമായിരിക്കും, അതുകൊണ്ട് ഗോലിയത്തിന്റെ ഇടയ്ക്ക് ചെല്ലാൻ ഒക്കത്തില്ലെന്ന്. Maybe yesterday you tore the lion and the bear, but with that you cannot go to Goliath. അതുകൊണ്ടാണ് നിന്നെ സ്പെഷ്യലി അനോയിന്റ് ചെയ്യുന്നത്. That is why the Lord is specially കാര്യം ഇന്നത്തെ anointed you. പ്രശ്നമല്ലല്ലോ ഇന്നത്തെ പ്രശ്നം. Because yesterday's problem is not ഇന്നത്തെ today's problem. അഭിഷേകത്താൽ നിനക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. You can't do anything Today with is the yesterday's day. ഇന്നെന്ന് anointing. പറയുന്ന ദിവസം നിനക്ക് സ്പെഷ്യൽ അനോയിന്റിങ് വരണം. Today you need a special anointing. അതിനാ നീ ചർച്ചിനകത്ത് വരേണ്ടത്. That is why you need to come to അന്നത്തെ church. കൂട്ടായ്മ വേണ്ടത്. That is why you need fellowship. 92 സങ്കീർത്തനം 10 വാക്യം പറയുന്നത് അങ്ങനെയല്ലേ? എന്താ പറയുന്നത്? പുതിയ എണ്ണ എന്നെ തേപ്പിക്കണമേ.
Anoint me with fresh oil. Psalm 92:10 says, anoint me with fresh oil. എന്നെ അങ്ങയുടെ പുതിയ എണ്ണയാൽ അഭിഷേകത്താൽ എന്നെ അവിടുന്ന് നിറയ്ക്കണമേ. Lord, anoint me with your fresh oil. മറ്റേ വാക്ക് കേട്ടില്ലേ? ഈ അനോയിന്റിംഗ് എന്ന് പറയുന്ന വാക്കെന്ന് പറയുന്നത് തന്നെ എബിലിറ്റി ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കഴിവുകളാണ് അഭിഷേകം എന്ന് പറയുന്നത്. The word anointing means ability of God. യേശുവിനെ അഭിഷേകം ചെയ്തപ്പോൾ, When Jesus was anointed, ശ്രദ്ധിച്ചു നോക്കിയ, യേശുവിനെ അഭിഷേകം ചെയ്തപ്പോൾ വെള്ളം വീഞ്ഞായെന്ന്. when Jesus was anointed, water turned to wine. അന്ന് വരെ ഒന്നുമില്ലായിരുന്നു. Until then there was nothing. അന്ന് വരെ ജോസഫിന്റെ ഒടിഞ്ഞുപോയ കസേരയുടെ കാല് ഫിറ്റ് ചെയ്തേ ഉള്ളൂ. He only meant Joseph's broken chair. പക്ഷേ അഭിഷേകം വന്നപ്പോ ഉണ്ടല്ലോ, പച്ച വെള്ളം വീഞ്ഞായി. Water was turned to wine. ഇന്ന് പറയാ, പുതിയ വീഞ്ഞ് നിന്റെ അകത്ത് ഒഴുകണം. Today the new wine should flow in ഭയങ്കര you. എൻകൗണ്ടർ വിത്ത് ഹോളി സ്പിരിറ്റ്. ഇന്ന് രാവിലെ നീ ആഗ്രഹിക്കണം, പരിശുദ്ധാത്മാവിൽ എനിക്ക് ആ എൻകൗണ്ടർ വേണം. You must desire today to have that encounter with the Holy Spirit. വിളിയുടെ നേരെ യുദ്ധം വരുമ്പോഴാണ് നിനക്ക് ആമേൻ ഹല്ലേലൂയ വിളി മനസ്സിലാകത്തുള്ളൂ. When you have a battle against your call is when you understand your call. യുദ്ധമില്ലെങ്കിൽ നീ ആരാണെന്ന് ഏതാണെന്ന് എങ്ങനെ നിനക്ക് മനസ്സിലാകും? Without the battle, how will you know who you You are? tell me, നിങ്ങൾ എന്നോട് പറഞ്ഞേ, നിങ്ങൾക്ക് നേരെ ഒരു പ്രശ്നം വന്നില്ലേ, നീ ആരാന്ന് എങ്ങനെ അറിയുന്നത്? Without a problem, how will you know your capability? ഹല്ലേലൂയ. അതിനാ Hallelujah. നിന്നെ അഭിഷേകം ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. That is why the Lord has anointed you. ആ ഫാമിലി എറർ മാറ്റാനാ നിന്നെ വിളിച്ചിരിക്കുന്നത്, നീ വിശ്വസിച്ചോണം. You must understand your call to remove the family നിന്റെ error. കുടുംബത്തിനകത്ത് ചില പ്രശ്നമുണ്ട്, അത് മാറ്റാനാ നിന്നെ എടുത്തേ. God has called you to remove those problems in your family. ഹലോ, നിന്റെ കുടുംബത്തിനകത്ത് ഒരു പ്രശ്നമുണ്ട്, അത് മാറ്റാനാ നിന്നെ എഴുന്നേപ്പിച്ചു. The Lord has raised you to remove the problem in your family. 1 ശമൂവേൽ 17:28 കണ്ടില്ലേ? ഏലിയാബ് എന്ന് പറഞ്ഞ പേര് കണ്ടില്ലേ? For Samuel, ഏലിയാബ്. we see the word Elijah. ജെസിയുടെ മക്കളിൽ, ഇശായിയുടെ മക്കളിൽ മൂത്തവനാരാണ്? ഏലിയാബ്. Who is the eldest one in the sons of Jesse? Elijah. ഏലിയാബ് പറഞ്ഞേ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, എങ്ങനെയാണ് വരുന്നത്? ബോവാസിൽ നിന്ന് ഒബേദ് ഉണ്ടായി, ഒബേദിൽ നിന്ന് ജെസ്സി വന്നു, ജെസ്സിയിൽ നിന്ന് ഏലിയാബ് അല്ല വരേണ്ടത്, ദാവീദാ വരേണ്ടത്. From Boaz came Obed, from Obed Jesse, from Jesse David has to come out. നിന്റെ ഫാമിലിക്കകത്ത് എററിനെ മാറ്റുന്ന വ്യക്തിയായിരിക്കണം നീ. You are the one who removes the error in the family. അനാവശ്യമായ പേര് അവിടെ നിൽക്കാൻ ഒക്കത്തില്ല. അഭിഷേകം ചെയ്തവൻ അതിനകത്ത് വരണം. The anointed one has to come inside. നീ മൂത്തതൊക്കെ ആയിരിക്കും, എൽഡസ്റ്റ് ആയിരിക്കും, എൽഡസ്റ്റ് ഇൻ ദ ഫാമിലി ആയിരിക്കും. അല്ലല്ല, നിന്റെ മേൽ അഭിഷേകം ഉണ്ടെങ്കിൽ നീ ആ പട്ടികയ്ക്കകത്ത് വരുമെന്ന്. If there is anointing upon you, you will come in the genealogy. യുദ്ധത്തിൽ തോക്കുന്ന 7 മക്കളാണ്, പക്ഷെ യുദ്ധത്തിൽ ജയിക്കുന്ന 2 കല്ലും കൊണ്ട്, ഒറ്റ കല്ല് മതി നിനക്ക് ആ യുദ്ധത്തിൽ ജയിക്കാൻ. You just need just one stone to win the battle. എന്തെല്ലാം കൊണ്ട് അവർ നിൽക്കുന്ന, അവരുടെ കയ്യിൽ എന്തെല്ലാം സന്നാഹങ്ങളുണ്ട്, ജയിക്കാൻ പറ്റുമോ? The other people have all the armor and everything. ആർമറിട്ട് പടച്ചട്ടകളൊക്കെ ഇട്ട് കയ്യിൽ അമ്പും വില്ലും, അന്നത്തെ എന്തോ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെപ്പണം കൊണ്ടൊക്കെ നിൽക്കുക. പക്ഷെ ഇയാൾ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ഒരൊറ്റ ചിരി ഇരിക്കുമ്പോൾ വരലും പേടിച്ചൊട്ടി ഓട്ടോടും. People are standing there with all weapons and armors, but there's one boy coming and just won the battle. ആമേൻ ഹല്ലേലൂയ. അത് ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ പറയുന്നതിന് മുമ്പേ തന്നെ അതൊക്കെ പറയുന്നത്. മുമ്പേ കയറി വെടിവെക്കുന്നു. എന്നാൽ ഒരു ചെറുക്കൻ വരികയാണ്, എന്തോ ഉണ്ടോ അവന്റെ കയ്യില്? അവന്റെ കയ്യിൽ എന്തോ ഉള്ളത്? കവണയും കല്ലും ഒന്നുമല്ല, അവന്റെ മേൽ ഇരിക്കുന്നതിന്റെ പേര് അഭിഷേകം. And this little boy comes, and what is in his hands is not the sling and the stone, but anointing. ഹല്ലേലൂയ. Hallelujah. നിന്റെ ഒരൊറ്റ കല്ല് മതി ഇത്രയും നാളും പേടിപ്പിച്ചവൻ ഇല്ലാതായി തീരാൻ. And that one stone is enough to destroy the one who scared you. കണ്ടില്ലേ? അവർക്ക് പകരം അപ്പന്റെ പേരിന്, ജെസ്സിയുടെ പേരിന്, ഇശായുടെ പേരിനെ ആരോ ഉയർന്നു അറിയാം? ദാവീദ്. David is the one who lifted the name of the father. ഇത്രയും നേരം സംഭവിച്ച ഈ ഇശായിയുടെ പേരിന് മങ്ങലേൽക്കുകയാണ് 7 അവിടെ കിടന്നിട്ട്. Because of these 7 sons, Jesse's name was പട്ടികയ്ക്കകത്ത് ഇശായിയുടെ പേര് എങ്ങനെ ഉയർത്തപ്പെടും? ദാവീദ് മുഖാന്തരം. Through David, Jesse's name was exalted. ഞാനിന്ന് പറയട്ടെ കുഞ്ഞെ, അപ്പന്റെ പേര് വിളിച്ചിരിക്കുന്നു. നിന്നെ വിളിച്ചിരിക്കുന്നു. You are called to lift the name of your father. മോളെ ജിൻസി, അപ്പന്റെ പേര് ഉയർത്താനാ നിന്നെ വിളിച്ചിരിക്കുന്നത്. You are called to lift the name of your ഞാൻ father. ഓരോരുത്തരെ വിളിച്ചു, റിനു നിന്റെ അപ്പന്റെ പേര് നീ ഉയർത്തണം. You are called to lift the name of your father. നിന്റെ അപ്പന്റെ പേര് നീ ഉയർത്തണം. You must lift the name of your ലീനേജ് father. നിങ്ങൾ നോക്കിയാട്ടെ, ആ ക്രമത്തിനകത്ത് ബാക്കി ആരും നിന്നാ ഒക്കത്തില്ല. നീ അഭിഷേകത്താൽ കയറി നിൽക്കുമ്പോൾ നിന്റെ വീടിന് പേര് യശസ്വി വരും. No one else can do it, but an anointing, when you step into the position, your house is family. നിങ്ങൾ ശ്രദ്ധിച്ചൊക്കെ, നിങ്ങളുടെ കൂടെ എത്ര പേര് ആരാധനയ്ക്ക് ഇറങ്ങി എന്തിയാ ഇവരല്ല പോയ കണ്ടില്ലേ? തോൽവിയാ, മൊത്തം തോൽവിയാ. ബാറ്റിലിനകത്ത് നിൽക്കാൻ പറ്റുന്നില്ല അവർക്ക്.
The many people who came out to worship with you, but it's all പലരും വിചാരിക്കുന്നത് failure. വിശ്വാസത്തിലോട്ട് ഇറങ്ങുമ്പോൾ എല്ലാം സുഖം. എന്നല്ല, വിശ്വാസത്തിൽ ഇറങ്ങുമ്പോഴാണ് നിന്റെ ബാറ്റിൽ ആരംഭിക്കുന്നത്. Your battle begins നിന്റെ when യുദ്ധം you അവിടെ come to ആരംഭിക്കുകയാണ്. the പക്ഷെ നീ Lord. തോറ്റു പോകത്തില്ല. അഭിഷേകം ഉള്ളതുകൊണ്ട് നീ തോക്കത്തില്ല. അത് Because of the ദൈവത്തിന്റെ പദ്ധതി. anointing, you will not lose. ദൈവം കൃപയാൽ നിന്റെ മേൽ അഭിഷേകം പകർന്നതുകൊണ്ട് നീ തോക്കാനല്ല ദൈവം നിന്നെ നിർത്തിയിരിക്കുന്നത്. നീ ജയിച്ച് 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 യേശുക്രിസ്തു മുഖാന്തരം ജയം തന്നിരിക്കുന്നത് എന്റെ ദൈവത്തിന് സ്തുതി നീ പറയണം. The Lord has anointed you not to make you lose, but you will become victorious in Christ Jesus. Hallelujah. Praise God. Hallelujah. Hallelujah. Glory to God. Hallelujah. Wonderful Jesus. മുഹമ്മദ് അലിയെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കില്ല. മുഹമ്മദ് അലി. You might have heard of Muhammad Ali. മുഹമ്മദ് അലിയുടെ മകളുടെ പേര് ലൈല എന്നാണ്. ഷീ ഈസ് ഓൾസോ എ ബോക്സർ. ബോക്സറാണ്. His daughter's name is Laila, also a boxer. ഇപ്പൊ ആമ്പിള്ളേരൊക്കെ ബോക്സർ ഇട്ടുകൊണ്ട് നടക്കും. ബോക്സിംഗ് ഒന്നും അവനറിയത്തില്ല. ബോക്സർ കയറ്റിയിട്ടുണ്ട് നടക്കും. അവള് ബോക്സറാണ്. She's a boxer. യൂട്യൂബൊക്കെ നോക്കിക്കറിയാം. അവളുടെ ഫൈറ്റുകൾ കാണും. You can ഒറ്റ see it ഇടിക്ക് on ഒരുത്തിയുടെ YouTube. കണ്ണ് ഇടിച്ചങ്ങ് പൊട്ടിച്ചു. One smash. ബോക്സിങ്ങിനകത്ത് നിങ്ങൾ നോക്കിയ ക്രൂവലൊന്നും അല്ല. അത് ബോക്സിങ്ങിനകത്തുള്ള അതിന്റെ നിയമം വെച്ചിട്ടാണ് ഒറ്റ ഇടിക്ക് കണ്ണ് പൊട്ടിപ്പോയി. She just smashed somebody's eyes. ഉടനെ പ്രസ്സുകാർ വന്ന് ചോദിച്ചു, എങ്ങനെയാണ് നിനക്ക് ഇങ്ങനെയാണ് ഇതൊക്കെ പറ്റുന്നത്, എങ്ങനെയാണ് നീ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാ? So the press came and asked her, how are you doing it? അവള് How is പറഞ്ഞൊരു it വാക്ക് possible? ഞാൻ എന്റെ അപ്പനെയാണ് പിന്തുടരുന്നത്. She said one word, I follow മുഹമ്മദ് my അലി എന്നുള്ള father. പേര്, മുഹമ്മദ് അലിയുടെ പേരിൽ പാട്ട് വരെ ഇറങ്ങിയിട്ടുണ്ട്. മുഹമ്മദ് അലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഭയങ്കര ഇടിയനാണ്. Everyone knows Muhammad Ali as a good boxer. ആമേൻ ഹല്ലേലൂയ. അവളുടെ മകൾ, അയാളുടെ മകൾ വേറെ ആരെയല്ല ഫോളോ ചെയ്ത അപ്പനെ. The daughter just followed the father. നീ നിന്റെ അപ്പനെ ഫോളോ ചെയ്താൽ If you follow your father, അപ്പൻ കുരിശിൽ ജയിച്ച ജയം നിനക്ക് ആസ്വദിക്കാൻ പറ്റും. you will be able to enjoy the victory the father did on the cross ഓ, for you. നിന്നെയാണ് ദൈവം സഹായകനായി കണ്ടിരിക്കുന്നത്. The Lord has seen you as the one who ഞാൻ helps. ചോദിക്കട്ടെ, ആ ലൈല ആ ബോക്സിങ്ങിനകത്ത് ആ കോമ്പറ്റീഷനിലൊക്കെ തോറ്റുപോയിരുന്നെങ്കിൽ മുഹമ്മദ് അലിക്കല്ലേ നാണക്കേട്? If Laila defeated all the battles, it would have been a shame നിങ്ങൾ to her father. ഒറ്റ മത്സരം, ഒറ്റ കോമ്പറ്റീഷൻ അവൾ നോക്കത്തില്ല. She cannot fail in any competition. അവൾ നിൽക്കുന്ന എപ്പോഴും അങ്ങനെ ചാടി ചാടി ഇങ്ങനെ നിൽക്കുന്നത്. എനിക്കറിയത്തില്ല നിൽക്കാൻ, ഞാൻ കാണിക്കുക. നമ്മളെങ്ങനെ നിൽക്കുന്നത്? കുരിശിൽ ജയം ഓർത്തിട്ട് What is our expression looking at the victory on the cross? ചാടി ചാണ്ടി നിൽക്കേണ്ടിയാണ്. നമ്മളെ ചോദിക്കുന്നത് എപ്പോഴാ തീരുന്നു, എപ്പോഴാ തീരുന്നു, We എപ്പോഴോ have to be alert and energetic. കുറെ നേരമായല്ലോ അലറാൻ തുടങ്ങിയിട്ട് എപ്പോഴാ നിർത്തുന്നത്? You are thinking, when is pastor going to finish? എന്നെ വിടുവിച്ചത് ഓർത്ത് അലറിയത് പോരാ. When I think about how I was delivered, this much voice is not enough. God give me without mic I should എന്റെ ശബ്ദം കുമ്മനാട്ട് ജംഗ്ഷനിൽ കേൾക്കണം. I want to hear my voice heard in Kumanar അങ്ങനെ Junction. കിടന്ന് എന്നെ കർത്താവ് ജീവൻ തന്ന് രക്ഷിച്ചപ്പോ ഞാൻ മിണ്ടാതിരിക്കാൻ പറ്റൂ? When the Lord saved me, how can I keep quiet? ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിൽ നിന്നെ സഹായിക്കാൻ ആരുമില്ലാത്തപ്പോ കർത്താവ് നിന്റെ സഹായകനായി വരും. The Lord will come as a helper when no one is ദൈവം to help നിന്റെ you. മനസ്സ് കണ്ടിരിക്കുകയാണ്. God has seen your heart. നീ കാരണം മുഴുവൻ കുടുംബത്തെയും അനുഗ്രഹമാക്കി മാറ്റാൻ ഈ കർത്താവിന് കഴിയും. Through you, your entire family will be blessed. എന്നെ സഹായിക്കാത്തത് കൊണ്ട് എന്നെ ആരെങ്കിലും സഹായിക്കുന്നില്ല ഞാൻ പിറുപിറുക്കത്തില്ല. If no one helps me, I don't murmur. അവർ കൊള്ളത്തില്ല ഉള്ളതിൽ ഞാൻ പറയത്തില്ല. ആര് സഹായിച്ചാലും സഹായിച്ചില്ല എനിക്കൊരു പ്രശ്നമില്ല. എന്റെ ദൈവം എന്റെ സഹായകനാണ്. Even if no one helps me, it's okay. God is my helper. 17:28 കണ്ടില്ലേ, നീ എന്തിനാ വന്നത്? പറഞ്ഞ ചേട്ടന്റെ ചോദ്യം, നീ എന്തിനാ വന്നത്? Why did you എന്തിനാ നീ come? വന്നത്? ഈ ചോദ്യം എപ്പോഴും ഉണ്ടാകും. കാര്യം നിന്റെ അഭിഷേകത്തെ തടസ്സപ്പെടുത്തുന്ന ഈ ചോദ്യം. This വഴക്ക് പറയും. question can വഴക്ക് പറയും. always come to you. Why did you come? വഴക്ക് പറയും. നമ്മൾ അനാവശ്യമായി, നിങ്ങൾ നോക്കി, ആത്മീയമായിരിക്കുന്ന പദ്ധതിയിൽ മുമ്പോട്ട് പോകുന്നവരെല്ലാം വഴക്ക് കേൾക്കും. Those who are moving forward, മനസ്സും അടുപ്പിക്കുന്ന ഈ വഴക്ക് it just makes your heart sad. All these unnecessary scoldings. ഇട്ടു പോകാൻ തോന്നുന്നു. You feel like leaving it. ഞാൻ ഇന്ന് പറയാം, ഇട്ടിട്ട് പോകരുത്. Please don't leave it. ആരാന്ന് പറഞ്ഞാൽ ഇട്ടിട്ട് പോകരുത്. Please don't leave it. കാര്യം ഇട്ടിട്ട് പോകാൻ നിനക്ക് പെട്ടെന്ന് ത്വരയുണ്ടാകും. You will have a tendency to just leave and go. അവിടെ നീ നിക്ക്, നിന്റെ സഹായകൻ കൂടെയുണ്ട്. You stay there. Your helper is with you. ആമേൻ ഹല്ലേലൂയ. Hallelujah. ഇതൊക്കെ എങ്ങനെ പാസ്റ്ററിന് ഇതൊക്കെ മനസ്സിലാവും? How does pastor know all നിങ്ങളുടെ these things? കാര്യം, നിങ്ങൾ പുല്ല് കൊടുക്കുന്നവനല്ലേ അപ്പൊ മനസ്സിലാകത്തുള്ളൂ ഇതൊക്കെ എന്താ വന്നു. വൈക്കോലൊക്കെ ഇട്ട് തരുന്നവർക്ക് പുല്ല് കൊടുക്കും ഇടയന മനസ്സിലാകത്തില്ല. Only the shepherd who gives a food to the sheep knows everything. ആടിനറിയാം. ആടിന്റെ നിപ്പും ഭാവവും കാണുമ്പോഴേ അറിയാം ഇത് ഏതാണ് പെശകാന്നോ നല്ലതാണോ ഗുണം പിടിക്കുന്നതാണോ എന്നൊക്കെ കണ്ടാ അറിയാം.
The shepherd knows from the look of it what the sheep is going through. എന്തിനാ ഞാൻ ശുശ്രൂഷിക്കുന്നത്? നിന്റെ ജീവിതത്തിന്റെ നന്മ നീ തിരിച്ചറിയണം. You must understand the blessings in your life. Why I scream like this? നിന്റെ ജീവിതത്തിന്റെ വിടുതൽ എന്താണ് നീ തിരിച്ചറിയാൻ വേണ്ടി. You must understand the deliverance available in your life. ദൈവത്തിന് നിന്നോടുള്ള പർപ്പസ് എന്താണെന്ന് നീ മനസ്സിലാക്കണം. You must understand God's purposes for ഇതിനു you. വേണ്ടിയാ ശുശ്രൂഷിക്കുന്നത്. That is why we are ministering. If you succeed in pulling me down, എന്നെ വലിച്ച് താഴോട്ടിടാൻ നീ വിജയിച്ചത് പറഞ്ഞതുകൊണ്ട് ഞാൻ തോറ്റുപോകത്തില്ല. If you think you can try to pull me down, I'm not going to അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങി ഇന്ന് ചാരോടിൽ എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞോണ്ട് ഞാൻ താഴോട്ട് പോകുന്ന വിചാരം. If you go out and speak ill against me, that's not going to affect me. പുറത്തോട്ട് ഇറങ്ങി പോയി കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി ആര് പ്രാർത്ഥിക്കും? പിന്നെ Who will pray for you then? എടാ മക്കളെ, നിന്നെ ഇതിനകത്തോട്ട് കയറ്റിക്കൊണ്ട് വന്നവൻ എന്റെ കൈവെപ്പിനാൽ നീ ജ്വലിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നു. The one who brought you in desires that through my laying of hands എന്നെ വലിച്ചു താഴെ ഇടാനാണോ നീ നോക്കുന്നുറേ? But you don't try to pull me down. ഒന്നുമല്ല, ഞാനാ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടത്. I have to lay hands on you and Hallelujah. 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 എനിക്ക് പകരം ആര് കർത്താവ് ആരെ റീപ്ലേസ് ചെയ്യും? Whom will God replace in my എനിക്ക് പകരം ആരെ വെക്കും? Whom will ഇത്ര God നല്ല റോണി replace? പാസ്റ്ററിനെ പകരം ഏത് പാസ്റ്ററിനെ കൊണ്ട് വെക്കും? ജോണി പാസ്റ്ററിനെ വെക്കാൻ പറ്റൂ? പ്രൈമിങ് വന്നാൽ റോണി പാസ്റ്ററിന്റെ കുഴപ്പമില്ല, ജോണി പാസ്റ്റർ വരട്ടെന്ന് പറഞ്ഞാൽ നടക്കൂ? ഇല്ല, എന്നെയാണ് ഉപയോഗിക്കുന്നത്. It is me the Lord has placed here. എടാ കുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ കർത്താവ് എന്നെയാ ഉപയോഗിക്കുന്നത്. The Lord is using me in your life. Hallelujah. Hallelujah. നിന്നെ ആരും തകർക്കാതിരിക്കാനാണ് ഞാൻ ഇത് പറയുന്നത്. I'm saying this so that പകയും no വിദ്വേഷമൊന്നും one can. മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത്. Please don't keep bitterness in നീ your heart. ഞാനിക്ക് അകന്ന് നിന്ന് കഴിഞ്ഞാൽ ഉടനെ ഏതാണ്ട് സമയം അത് ഒന്നും സംഭവിക്കില്ല. നിന്റെ സ്പിരിച്വാലിറ്റി താഴോട്ട് പോത്തേ ഉള്ളൂ. If you think you are staying away, you will go down spiritually. നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണേ, കണക്റ്റഡ് ആയിരിക്കുന്ന പാസ്റ്ററിനോട് കണക്റ്റഡ് ആയി നിൽക്കുന്ന, ചർച്ചിനോട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നവരെ എപ്പോഴും എരിവിൽ നിൽക്കത്തുള്ളൂ. Those who are connected to the church and the pastor are always zealous and fervent. നമ്മുടെ അകത്ത എരിവ് വരണം, അല്ലെങ്കിൽ നമ്മൾ പിന്മാറി പോകും. If you don't have that sort of a zeal, you will backslide. ഞാൻ കഴിവതും ഞാൻ എല്ലാവർക്കും ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയച്ചോണ്ടിരിക്കും. വോയിസ് എനിക്ക് സാധനം ഇടുക, ദൂരേക്കുള്ള വോയിസ് ഇടും. മക്കളെ എന്തുകൊണ്ട് വിശേഷം? പാസ്റ്റർ ഇവിടെ ജീവനോട് ഇരിപ്പണ്ടേ കേട്ടോ? ഞാനന്നേ നിന്റെ പാസ്റ്റർ. നമുക്ക് കാണുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ പറയും, എടാ ഞാനാ കേട്ടോ നിന്റെ പാസ്റ്റർ. ഇത് ഞാൻ ഇവിടുത്തെ എക്സോഡസിലെ പാസ്റ്ററാ കേട്ടോ. കാര്യം നീ എന്നെ ഈയിടെയായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ്. As much as possible, I try to be in touch with people. I send people text and voice messages. പകയും വിദ്വേഷമൊന്നും വെച്ചോണ്ടിരിക്കരുത്. Please don't keep offenses in your കാര്യം heart. എന്നിലുള്ള അഭിഷേകം നിനക്ക് ഗുണമായിട്ട് തീരും. Because the anointing in me will be beneficial to എന്നിലുള്ള you. അഭിഷേകം നിനക്ക് ഗുണമായിട്ട് തീരണം. The anointing in me is beneficial to എന്നെ you. അഭിഷേകം ചെയ്ത് കർത്താവ് നിർത്തിയല്ലേ? The Lord has anointed me for you. അങ്ങനെയാണെങ്കിൽ അത് ഒഴുകിയല്ലേ It പറ്റും. has to flow through me. ഇറ്റ് ഷുഡ് ബി, അത് ഒഴുകണം. It must flow through me. Hallelujah. Hallelujah. സ്കോളർഷിപ്പ് തന്നവനെ ആരെങ്കിലും ചീത്ത വിളിക്കൂ? If somebody gave you a scholarship, would you talk against him? ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന എനിക്ക് സ്കോളർഷിപ്പ് കിട്ടുമ്പോ എങ്ങനെ ചീത്ത വിളിക്കുന്നു? You had no qualification, you got a scholarship. Hallelujah. Hallelujah. സഹായിച്ചവർ ഇപ്പൊ ആരും അല്ലാതെ ഇങ്ങനെ തീരുന്നത്. Those who helped, how can you ignore? ഈ കാണുമ്പോൾ മാത്രമുള്ള വിനയം അത് ഗുണയമായിട്ട് മാറും. Please don't be humble. കാണാത്തപ്പോൾ Act അകത്ത് humility. വിനയമുണ്ടോ അതേ നിൽക്കത്തുള്ളൂ, നിലനിൽക്കത്തുള്ളൂ. The true humility is what you have inside പെട്ടെന്ന് ഞാൻ your പറഞ്ഞ് heart. അവസാനിക്കട്ടെ. യോശുവ 11:1 Joshua 11:1. ഞാൻ പറഞ്ഞില്ലേ 14 രാജാക്കന്മാർ യുദ്ധത്തിന് വേണ്ടി വരികയാണ്. ജോഷുവ 11. നിങ്ങൾക്ക് ആ വാക്യങ്ങളെല്ലാം ഞാൻ വായിക്കാത്തതിന്റെ കാര്യം വലിയ പ്രയാസമാണ്. പേരുകൾ ഹാസോർ രാജാവായ യാബിൻ ഇത് കേട്ടപ്പോൾ അവൻ മാധോൻ രാജാവായ യോബ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തില്ല, അതുകൊണ്ടാണ് വായിക്കാത്തത്. ഭയങ്കര പുള്ളികളാണ് എല്ലാവരും കൂടെ. വായിക്കൊള്ളാത്തവന്മാരെല്ലാം കൂടി ഇങ്ങോട്ട് വന്നേക്കുക. നിനക്ക് തന്നെ നിന്റെ ശത്രുക്കളുടെ പേര് ഉച്ചരിക്കാൻ പോലും പറ്റുന്നില്ല. You can't even pronounce your own enemies' ഇന്ന് names. വരെ കാണാത്ത അസുഖം നിന്റെ ദേഹത്ത് വന്നേക്കുക. You have a sickness that you പേര് can't പറയാൻ പോലും pronounce. നിനക്കറിയത്തില്ല. അതോ എന്തൊക്കെയാ പറഞ്ഞു നീ പിടിപ്പിക്കുക? എന്തൊക്കെയാ മെഡിക്കൽ ടേംസ് ആണ്? You can't even name those medical terms. അതെല്ലാം കൂടെ ഒരു സൈന്യമായി നിന്റെ നേരെ വന്നാലും, Even if those things come against like an army against you, let it come. എല്ലാം ഗാങ് അപ്പ് ചെയ്ത് എല്ലാം കൂടി ഇങ്ങോട്ട് വരട്ടെ. നീ അവിടെ ചിലത് കേൾക്കണം. there you must hear some word. ശത്രുവിന്റെ പാളയത്തിന്റെ ഈരച്ചിലല്ല കേൾക്കേണ്ട, സ്വർഗത്തിൽ നിന്നെ ഉള്ളംകരത്തിൽ വഹിക്കുന്ന തമ്പുരാന്റെ ശബ്ദം നീ കേൾക്കണം. Instead of hearing the voice of your enemy in the tents, you must hear the voice of the one who carries you. ആറാം വാക്യത്തിൽ നോക്കിയ എത്രയും വലിയ യുദ്ധം നിന്റെ അടുക്കെതിരെ വരണമെങ്കിൽ യു ആർ സ്പെഷ്യൽ. If such a battle has to come against you, ഇസ്രായേലേ, നിന്റെ നേരെ ഇത്രയും രാജ്യങ്ങൾ വരണമെങ്കിൽ നീ സ്പെഷ്യലാണ്. you are special. That is why such a battle is coming എന്റെ കുഞ്ഞ്, against നിന്റെ you. നേരെ ഇത്രയും പ്രശ്നം വരണമെങ്കിൽ നീ സ്പെഷ്യലാണ്. ഏതൊക്കെ പേരിട്ട് എന്തോ വന്നാലും Whatever kind of names come അതിന്റെ against you, മധ്യത്തിൽ നീ സ്പെഷ്യലാന്ന് വിചാരിച്ച് നീ ദൈവശബ്ദം കേൾക്കണം.
You must consider yourself special. You ആറാമത്തെ are the വാക്യം voice നിങ്ങൾ of വായിച്ചു. God. ഇത്രയും പ്രശ്നം ഇരിക്കുമ്പം ഈ യുദ്ധത്തിന്റെ ഇരച്ചിലിനകത്ത് ഈ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടോ? In the midst of this war, are you able to hear His voice? ഇത്രയും പ്രശ്നമുള്ളപ്പോ എന്റെ കുഞ്ഞ് നിനക്ക് അത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? Are you able to hear His voice in the midst of your battle? ഹല്ലേലൂയ. Hallelujah. കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടെന്നർത്ഥം. If you can hear, then you are saved. എന്തുവാ പറഞ്ഞത്? എന്തുവാ പറഞ്ഞത്? സംസാരിച്ചിട്ട് എന്തുവാ പറഞ്ഞത്? ആണ്ടവരെ പേടിക്കണ്ടെന്ന്. വരുന്ന ചെറിയ ആൾക്കാരുമല്ലോ വന്നു. Don't be afraid. 4th verse നിങ്ങൾ നോക്കി അറിയാം. നമ്പർ ഓഫ് ദാറ്റ്, അവരുടെ സ്ട്രെങ്ത് നോക്കി. Think about the strength of the army. നമ്പർ ഓഫ് ദാറ്റ് എനിമി. ഇത് എത്ര പേരാ ഉള്ളത്? എണ്ണാൻ How many പറ്റത്തില്ല. people? അപ്പൊ അവര് ചോദിക്കുകയാണ് എണ്ണാമെങ്കിൽ എണ്ണിക്കൂ. They are saying, if you want, you count. അപ്പോഴാ പറഞ്ഞു ഞാൻ ഈ പടക്കൂട്ടത്തിന് നേരെ. I will അതാ not നമ്മുടെ against the നമ്മുടെ troop. കറേജ് എന്താണെന്നറിയാം. That is our നീ courage. വലിയ പടയുണ്ടാക്കി വാ. You are making a troop. എന്റെ കർത്താവ് എന്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ അവന്റെ ശബ്ദം കേട്ടതുകൊണ്ട് ഈ പടക്കൂട്ടത്തിനെതിരെ ഞാൻ പാഞ്ഞു. Because the Lord is with me, I have heard His voice. നമ്മൾ എന്തോ വിചാരിക്കുന്ന അറിയാമോ? നമ്മൾ ഉടനെ പറയുന്നു അവിടെ കണ്ട് ശബ്ദം കേൾക്കുന്നു, വിട്ടോ തോമസ് ഊട്ടി നമ്മൾ പറയുന്നത്. When you hear the sound of an army, you run away. തോമസ് ഊട്ടി വിട്ടോ, ഇവിടെ നിൽക്കരുത്. You say, run ശബ്ദത്തിൽ away. പെരുവെള്ളത്തിന്റെ ഇരച്ചില് പോലെ, ആരാധന പോലെ നമ്മൾ കേട്ടിട്ടില്ല. Sound of the mighty പക്ഷെ waters, let's run ശത്രുവിന്റെ away. ശബ്ദമൊക്കെ നമ്മൾ പെട്ടെന്ന് പിടിക്കും. You can easily നമ്മൾ understand the ട്യൂൺ voice of the ചെയ്തിരിക്കുക, enemy. ശത്രുവിനെ ട്യൂൺ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ കർത്താവ് പറയാണ് പേടിക്കണ്ട. The Lord says, don't be afraid. നീ പേടിക്കണ്ട. Don't be afraid. അത് നീ വലിയ പ്രശ്നത്തിനകത്തായിരിക്കുന്ന കുഞ്ഞെ വിനോദേ, നീ പേടിക്കണ്ട. Tell the person next to you, don't be afraid. അങ്ങോട്ട് പറഞ്ഞ് പേടിക്കണ്ട. അടുത്ത ആളോട് Tell കൈ the കൊടുത്തിട്ട് person പറയുന്നേ next to you, പേടിക്കണ്ട. നീ shake his hands and നീ say, don't just be hear afraid. his voice. നിന്റെ ശബ്ദത്തിലെ നേരെ നോക്കിയിട്ട് പറ, നിന്റെ വിവാഹം താമസിക്കുന്നുണ്ട്, നീ പേടിക്കണ്ട. Don't be afraid if your marriage നിനക്ക് is ജോലി കിട്ടാൻ delayed. താമസിക്കുന്നുണ്ട്, പേടിക്കണ്ട. If your job is delayed, don't be നിന്റെ അപ്പനും afraid. അമ്മയും നിന്നെ ഓർത്ത് worried-ആണ്, നീ പേടിക്കണ്ട. You don't be afraid if your parents are worried about you. നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് പ്രശ്നമുണ്ടെങ്കിൽ നീ പേടിക്കണ്ട. Don't be afraid if you have family issues. കർത്താവ് പറയാണ്. രണ്ടാമത്തെ കാര്യം, കർത്താവ് ഒന്ന് കേൾക്കുക, രണ്ട് കർത്താവ് പറയുന്നു. First here, second the Lord says. എല്ലാവരും കൂടി വന്നപ്പോൾ 34-ാം സങ്കീർത്തനം പറയുന്നു, നീതിമാന്റെ കഷ്ടതകൾ അസംഖ്യമാണ്, എന്നാൽ കർത്താവ് ജയം തരും. The troubles of the righteous are many, but the Lord will നീതിമാന്റെ deliver. കഷ്ടതകൾ അസംഖ്യമാണെന്ന് 34-ാം സങ്കീർത്തനം പറയുന്നു. Psalm 34 says, many are the troubles of the പക്ഷെ righteous, കർത്താവ് നിന്നെ ജയിപ്പിക്കും. but the Lord will give you victory. മൂന്നാമത്തെ ശബ്ദം കേട്ടോ, അവരെ പേടിക്കണ്ട. Don't be afraid. ആമേൻ, ഹല്ലേലൂയ. ചിലരോട് ചോദിച്ചു കഴിഞ്ഞാൽ പാടാൻ പേടിയാണ്. പാടിയ ശബ്ദം പുറത്തു വരത്തില്ല. Some are scared പിന്നെ of പാടിയ singing. ശബ്ദം അല്ലാതെ പിന്നെന്താ വരണ്ടേ? പാടിയാൽ ശബ്ദം വരും. ഞാൻ പാടുമ്പോൾ ശബ്ദം വരുന്നു പാസ്റ്റർ, എന്തോ ചെയ്യണം? പാടുമ്പോൾ പിന്നെ ശബ്ദമല്ലേ വരണ്ടേ? വീട് വയ്ക്കാൻ പേടിയാ ചിലർക്ക്. വീട് വെച്ച വീട് ഞാൻ പറയും, പ്രാർത്ഥിച്ചു വീട് പണി തുടങ്ങ. Start your building your house. നീ ആ വീട് പണിതതിന് ശേഷം നീ സഭയ്ക്കും പാസ്റ്ററിനും നേരെ ഒന്നും വേറെ ഒന്നും കാണിക്കരുത്. നീ അവിടെ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ നിന്റെ വീടിനെ സ്വർഗത്തിലെ ദൈവം ഭവനമാക്കി മാറ്റും. When you build a house, don't turn against your pastor. The Lord will make the house into a 4 heaven. തൂണും 5-6 സിമെന്റും വെച്ച് വട്ടിക്കഴിയുമ്പോൾ അത് വീടായിട്ട് ഇരിക്കത്തുള്ളൂ. അതിനകത്ത് ഒരു ചൈതന്യമുണ്ട്. അത് നിന്റെ വീടിനെ നീ ഭവനമാക്കി മാറ്റണം. You must make your house a home. It is very difficult to make your house a home. വീട് പണിയാൻ ആർക്കാ പറ്റാത്തത്? ഒരു മേസ്ത്രി ഉണ്ടെങ്കിൽ ഏത് പൊട്ടനും വീട് പണിയാം. Anyone can make a house. നിന്റെ വീട്ടിനകത്തോട്ട് കയറുമ്പോൾ ഉണ്ടല്ലോ, ഒരുത്തൻ അങ്ങോട്ട് കയറി വന്നാൽ അവന് വിടുതലുണ്ടാകണം. But when someone comes into the house, their person should be delivered. കല്യാണം കഴിക്കാൻ പേടിയാ ചിലർക്ക്. ഈ കല്യാണം കഴിച്ചു ഇവിടുത്തെ പിള്ളേരുടെ പ്രശ്നം വേണ്ട. Hallelujah. 4-ാമത്തെ വാക്ക് എന്താണെന്നറിയാം? What is the 4th verse? സിംഹം വഴിയിലുണ്ടെന്ന് പറഞ്ഞിട്ട് യാത്ര മുടക്കരുത്. Please don't stop your journey because ചിലർ the പറയും lion വഴിയിൽ is on the സിംഹമുണ്ട്. സദൃശവാക്യത്തില് വഴിയിൽ കേസരി ഉണ്ട്, വഴിയിൽ സിംഹം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിൽ കയറിയിരിക്കുക, പിന്നെ ഇറങ്ങത്തില്ല. You are in your house because you are afraid of lions. എന്തിനാ പറയുന്നത്? വീട്ടിനകത്ത് പാറ്റ ഉണ്ടെങ്കിൽ ആ മുറിക്കകത്ത് കയറാത്ത പുള്ളികളൊക്കെ എന്റെ കൂടെ നിൽക്കുന്നു. People who are with me are afraid of cockroaches. കോക്രോച്ച് അല്ലേ? നമ്മൾ ശ്രദ്ധിച്ചു നോക്കി, ഒന്നിനെയും പേടിക്കേണ്ട ഒരാവശ്യമില്ല. There's no need to fear പിന്നെ anything. കോക്രോച്ചിനെ പേടി ചേർന്ന് വന്ന് ഇവിടെ കാണാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഇടയെന്ന് പറഞ്ഞാൽ നമുക്ക് ആപ്പാട് വരുന്നുണ്ട്. അല്ലാതെ അത് കടിക്കുമെന്നുള്ള പേടിയുണ്ടെന്നല്ല. അതാണ്. It doesn't bite you, you know. Yeah, you don't have to be afraid. It's a kind of a phobia, right? Phobia. Fear അല്ല, എന്താ? പേടിയല്ല, ഒരു ഫോബിയ അല്ലേ? അത് നല്ലൊരു ഹോബിയ.
മൂവ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് യുവർ ഫിയർ. നിന്നെ ഭയപ്പെടുത്തുന്ന എന്താണ് അതിലേക്ക് നീ കയറി ചെന്നോണം. Whatever is giving ഞാൻ you ഇന്ന് fear, പറയുന്ന move in that സന്ദേശം അതാണ്. direction. നിന്നെ പേടിപ്പിക്കുന്ന എന്തോ സാധനം ഉണ്ടോ അതിനകത്തോട്ട് നീ സ്റ്റെപ്പ് ചെയ്ത് കയറിക്കോണം. Whatever എന്താ is പറഞ്ഞോടെ making you afraid, യേശു step ക്രിസ്തു into that. മുഖാന്തരം ജയം തരുന്ന കർത്താവിന് മഹത്വം എന്ന് പറഞ്ഞ പ്രൈസ് ചെയ്ത് നീ കയറിക്കോണം അതിനകത്തോട്ട്. Thanks be to God who gives us victory in the Lord, and step into it. ഹല്ലേലൂയ. നാലാമത്തെ കാര്യം എന്താണെന്ന് അറിയാം? കർത്താവ് പറയുന്ന അടുത്ത വാക്ക് എന്നറിയാം? നാളെ ഈ സമയത്ത് എന്തോടക്കം ഫേസ് യുവർ ഫിയേഴ്സ്. നിന്റെ ഭയത്തെ നീ മുഖാമുഖം അഭിമുഖീകരിക്കണം. Tomorrow, this time, you must face your fears. എന്തൊക്കെ കാര്യങ്ങൾ പറയാം? ഒന്ന്, ശത്രു സൈന്യം വലിയൊരു ഗ്യാങ് ആയിട്ട് വരും തുറന്ന കർത്താവ് പറയാണ്, സംസാരിക്കാൻ തുടങ്ങി. When the enemy is coming like a big troop, the Lord began to speak. അപ്പോൾ കർത്താവ് സംസാരിക്കാൻ തുടങ്ങി. നിന്റെ പേടിപ്പിക്കാത്ത, നിന്റെ ആശ്വാസദായകൻ നിന്നോട് സംസാരിക്കാൻ The തുടങ്ങി. one who comforts you, the one who removes your fear, is talking to you. പറഞ്ഞ വാക്കെന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ? Listen to the word he said. ഇന്നത്തെ പ്രസംഗങ്ങളെല്ലാം നേരെ തിരിച്ച മനുഷ്യനെ പേടിപ്പിക്കുന്ന. Today's messages are all for fearing അന്ന് people. തന്നെ കർത്താവ് പറഞ്ഞു, ഡു നോട്ട് ഫിയർ. Even those days, God said, do not fear. പേടിക്കരുത്. Don't be afraid. അന്ന് രക്തം ചിന്തിയിട്ടില്ലെന്ന് ഓർത്തോണം. At that time, bloodshed was not done. രക്തം ചിന്താതെ തന്നെ നിൽക്കുമ്പോൾ നീ Even before bloodshed, അറക്കപ്പെട്ട കുഞ്ഞാടിനെ തിന്നിട്ട് വന്നപ്പം പറഞ്ഞു, നീ പേടിക്കരുതെന്നാ പറഞ്ഞു. when you had eaten of the roasted lamb, the Lord said, do not fear. ആമേൻ, ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് പറഞ്ഞ വാക്കെന്നറിയാം? നീ ആടിനെ ചുട്ട് തിന്നേച്ച് വന്നപ്പോഴേ കർത്താവ് പറഞ്ഞു, പേടിക്കരുത്, നാളെ ഈ സമയത്ത് നീ തോക്കുകയല്ല, നീ ജയിക്കുക തന്നെ. After you had eaten of the roasted lamb, the Lord said, tomorrow അങ്ങനെ this ഒന്ന് time you will not fail you. കൊരിന്ത്യർ 15 അധ്യായത്തിന്റെ 57 വാക്യത്തിൽ പറയുന്ന ഒരുവൻ, ഒരാടല്ല, പ്രാവല്ല, ആട്ടുകൊറ്റനല്ല, ഒന്നുമല്ല, യേശു കർത്താവ് എനിക്കും നിനക്കും വേണ്ടി കാൽവറിയിൽ പരമയാഗമായി തീർന്നപ്പോൾ അതാ പറഞ്ഞ യേശു ക്രിസ്തു മുഖാന്തരം ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. And that is why we can confidently say, as 1 Corinthians 15:57, through Christ, thanks be to God for the victory that he has given us. നിങ്ങൾക്കറിയാം എന്ത് സംഭവിച്ചറിയാം? എന്റെ യുദ്ധത്തിന് കുരിശിന്റെ മേൽ അവൻ തീർപ്പ് കൽപ്പിച്ചു. The Lord has finished my battle on the cross. ചലഞ്ചസ് എനിക്ക് വരുന്നുണ്ട്. Challenges are there for me. പക്ഷെ ജയിച്ചൊരുത്തൻ എന്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് But the victorious one is with me. he will never fail me. He will never fail me. എന്നെ ഒരിക്കലും അവൻ തോൽപ്പിക്കത്തില്ല. കാര്യം ആത്യന്തികമായ ജയം യേശുവിലുണ്ടായിരുന്നു. Because the ultimate victory is in Christ. ആമേൻ, ഹല്ലേലൂയ. ഇത് നീ മനസ്സിലാക്കിയാൽ, If you understand ഈ this, 1 കൊരിന്ത്യർ 15:57 നിനക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, if you understand 1 Corinthians your fight won't 15:57, last long. നിന്റെ യുദ്ധം നിലനിൽക്കത്തില്ല. ഇപ്പോൾ തന്നെ നീ ആ രോഗത്തിൽ നിന്ന് പുറത്തു വരും, നിന്റെ കടബാധ്യതയ്ക്ക് പുറത്തു വരും, നിന്റെ സംഘർഷങ്ങളിൽ പുറത്തു വരും, നിന്റെ ഇല്ലായ്മയ്ക്കകത്ത് നീ പുറത്തു വരും. നീ കർത്താവിന്റെ നാമത്തെ ഉയർത്തുക തന്നെ ചെയ്യും. if you understand 1 Corinthians 15:57, you will come out of your sickness, your problems, your debts and everything. You will lift up the name of the Lord. ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് ഇന്ന് അതിനകത്തു നിന്ന് പുറത്തു വരാൻ? How many of you desire to come out of your നിങ്ങൾക്ക് battles? എത്ര പേർക്ക് കൊതിയുണ്ട്, കർത്താവേ എന്റെ പ്രശ്നത്തിനകത്തുനിന്ന് എനിക്ക് പുറത്തു വരണം? How many of you long to come out of your problems? ഇന്ന് this is that day. ഇന്നത്തെ ദിവസം ആ സ്റ്റെപ്പ് വെച്ച് മുമ്പോട്ട് കയറിയിരിക്കണം. Take the step today and come forward. ഹല്ലേലൂയ. Hallelujah. എത്രയോ പ്രാവശ്യം സ്റ്റെപ്പുകൾ വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ജയക്കൊടിയെ പാറിപ്പിക്കാൻ കഴിയത്തുള്ളൂ. How many times we have to take a step forward so that we can fly at the banner of അതിന്റെ victory? അർത്ഥം നമ്മളെ പരാജയപ്പെടുത്തുവാൻ വന്നവനല്ല, കുരിശിൽ മരിച്ചവൻ. The one who died on the cross did not come to fail us. ഇതിനകത്തിരിക്കുന്ന ആരൊക്കെയാ, നിങ്ങൾ ഏതൊക്കെ സ്ഥിതിയിലായിരിക്കും നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. You know in which state you are in. ആമേൻ, ഹല്ലേലൂയ. പക്ഷെ അതിനേക്കാൾ നിങ്ങളുടെ പ്രശ്നങ്ങളെ നന്നായി അറിയുന്ന ഒരുത്തൻ കുരിശിൽ നിങ്ങൾക്ക് വേണ്ടി സകലം നന്നായി But ചെയ്യും. there is one who died on the cross who knows your problems very യെശയ്യാ well. 53:5 അങ്ങനെ എഴുതി, അവന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നുമിരിക്കുന്നു. By his stripes we are healed. ആമേൻ. 1 പത്രോസ് 2 അധ്യായത്തിന്റെ 24 വാക്യത്തിൽ ആമേൻ നമ്മുടെ പാപങ്ങളെ ശാപങ്ങളെല്ലാം വഹിച്ചുകൊണ്ട് കുരിശിന്റെ മേൽ അവൻ കയറി. 1 Peter 2:24, he's carried our sins and അവന്റെ iniquities and died അടിപ്പിണരാൽ on the നമുക്ക് cross. സൗഖ്യം And വന്നിരിക്കുന്നു. by his stripes we are healed. ചെറിയ രോഗമാണ്, അത് കുഴപ്പമില്ലെന്നല്ല പറയണ്ടേ. ആ ചെറിയ രോഗത്തെ നീ വലുതാക്കി യേശുവിൽ ഒഴിഞ്ഞു മാറണം. Don't say that it's a small sickness, it's okay, but you get rid of it in Christ ആ വാക്യം Jesus. കേട്ടില്ലേ? നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശിന്റെ മേൽ കയറി അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കും. He is dead according to our sins, but he lives according to righteousness, that he took our sins and iniquities upon his body, and by his stripes we are healed. ഇത് കഴിയുന്ന കർത്താവിന്റെ മേശയിലോട്ട് പോവാണ്. കർത്താവിന്റെ മേശയിൽ നിങ്ങൾ ഡിക്ലെയർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. യേശു കുരിശിൽ
മരിച്ച് അവന്റെ ശരീരവും രക്തവും എനിക്ക് തരുന്നത് കൊണ്ട്. As we partake in the table of the Lord, we must understand the Lord took everything on the cross for me. ഞങ്ങൾ ഇവിടെ ആരും വിലക്കാറില്ല. നിങ്ങൾ സ്നാനപ്പെട്ടാന്നോ ഇല്ലയോ ഞാൻ ചോദിക്കാറില്ല. നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ സ്നാനപ്പെട്ടോളൂ. I don't prevent anyone from taking part in the table. If you have the right understanding, take ഈ baptism. മേശയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ മേശ എന്ന് പറഞ്ഞാൽ യേശുവുമായിട്ടുള്ള ബന്ധത്തിലുള്ള മേശയാണ്. This is a table in relationship with the Lord. റിലേഷൻഷിപ്പ് ഇല്ലാതെ ആര് കഴിച്ചാലും അത് കഴിച്ചെന്നേ ഉള്ളൂ. പക്ഷെ റിലേഷൻഷിപ്പിനകത്താണ് അത് ശക്തമായ ചില കൈമാറ്റങ്ങൾ സംഭവിക്കുന്നത്. Without relationship, it doesn't make any sense. But in relationship, ഈ certain മേശയിലും അപ്പവും transactions വീഞ്ഞും take ഇരിപ്പുണ്ട്. ഈ place. മേശയിൽ അപ്പവും വീഞ്ഞും ഇരിപ്പുണ്ട്. On this table, there is wine and bread. എന്നോട് ചിലർ ചോദിക്കാം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. കുഞ്ഞുങ്ങൾക്ക് എന്തിനാ അത് കൊടുക്കുന്നു? Why should I give it to children? നിങ്ങൾ വീട്ടിലിരുത്തി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. Teach them at home. എന്തിനാ മോനെ ഇത് കഴിക്കുന്നവരെ ഗ്രഹിപ്പിക്കണം. You must make them understand why do you take part. That അപ്പം ബിലോങ്സ്. അപ്പം കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശു കുരിശിൽ തന്റെ ശരീരത്തെ തകർത്തു എന്നുള്ള. The bread depicts Jesus breaking his body on the cross. എന്താണ് ആ വീഞ്ഞ് കാണിക്കുന്നത്? What does the wine depict? ആ വീഞ്ഞ് കാണിക്കുന്ന യേശുവിന്റെ രക്തം പൂർണ്ണമായി നമുക്ക് വേണ്ടി ചിന്തപ്പെട്ടു. Wine shows that the blood of Jesus was completely shed for us. അതിന്റെ അർത്ഥം യേശു മരിച്ചു എന്നാണ്. Which means Jesus was dead. ഇച്ചിരൂടെ കേറ്റി പറഞ്ഞ യേശു നമുക്ക് വേണ്ടി ജീവനെ നൽകി. In other words, he gave his life for us. ആ ലൈഫിന്റെ പേരാണ് യേശു നമ്മളോട് പറയണ ആ ജീവൻ നിന്റെ അകത്ത് സമൃദ്ധമായിട്ടിരിക്കണം. And that life is the abundant life in you. പൗലോസ് ശ്ലീഹ പറയാണ് ആ സമൃദ്ധമായ ജീവനിൽ നീ വാഴണം. In abundant life, you must reign in life. ഹല്ലേലൂയ. ഈ ചർച്ചയ്ക്ക് കയറി വരുന്ന എല്ലാവരും ഡോറിൽ എഴുതിയിരിക്കും 517 കാണുമല്ലോ. അതിൽ എഴുതിയിരിക്കുന്ന കാര്യം നീ യു നീഡ് ടു റെയിൻ ഇൻ യുവർ ലൈഫ്. നിന്റെ ജീവിതത്തിൽ നീ വാഴണം. Everyone who steps into the church will see it written on the door. Romans 5:17 about reigning life. ജീവനിൽ വാഴണം. ജീവനിൽ നീ വാഴാൻ Tell the person next to നിന്റെ you, അധികാരത്തെ you must reign in life. നിന്റെ അധികാരത്തെ നീ പ്രഖ്യാപിക്കണം. നീ ജീവനിൽ വാഴണം. You must declare your authority and reign in life. ആമേൻ. ഹല്ലേലൂയ. Hallelujah. ഇപ്പോഴെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് പുറകിൽ ഇരിക്കുന്ന മുമ്പിൽ ഇരിക്കുന്ന ആരാണെന്ന് കാണാം. Please turn to each other and see the person next to you. You have to reign in your life. നിന്റെ ജീവനിൽ നീ വാഴണം. You must reign in your life. ഹല്ലേലൂയ. ജീവനിൽ വാഴാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. We are called to reign in life. ഈ മേശയിൽ വരുന്നവരുടെ നിങ്ങളുടെ കഷ്ടോ പ്രയാസം എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ജീവനിൽ നിങ്ങൾ വാഴണം. When you come to the table, no matter ആ what you're ശബ്ദം going കേൾക്കണം. through, you must പേടിക്കരുത്, reign. Hear the voice. Don't be ശ്രമിച്ചു afraid. നോക്കരുത്, ഭയപ്പെടേണ്ട, ഞാൻ Don't be നിന്റെ afraid. ദൈവമാകുന്നു. I am your God. ഹല്ലേലൂയ. ആ ശബ്ദം നീ കേൾക്കുന്നുണ്ടോ? Hear that voice. ഈ മേശയിൽ വരുമ്പോൾ നീ ആ ശബ്ദം കേൾക്കണം. Do you hear that voice? നീ ആ റിലേഷൻഷിപ്പിനകത്താണോ? റിലേഷൻഷിപ്പിനെ കാണിക്കുന്നതാണ് ഈ സ്നാനം. Baptism shows your relationship with the Father. ആമേൻ. ഹല്ലേലൂയ. Hallelujah. സ്നാനം എപ്പോഴെങ്കിലും നടത്തിയപ്പോൾ രക്ഷ മനസ്സിലാക്കിയവനെ സ്നാനം സ്വീകരിക്കേണ്ടത്. Those who know salvation must receive രക്ഷ baptism. അറിയാൻ വയ്യാത്തവൻ സ്നാനം സ്വീകരിച്ചുകൊണ്ട് എന്താ ഗുണം? Those who don't know salvation, there's no point taking baptism. ഹല്ലേലൂയ. നിങ്ങൾ ആരോ ഏതാണ്ട് കേട്ടിട്ട് ചുമ്മാ വെള്ളത്തിൽ മുങ്ങി പൊങ്ങി വന്നിട്ട് കാര്യമില്ല. നിനക്കൊരു പൂർണ്ണമായ ബോധ്യമുണ്ട് എന്തിനാ You നീ must have the സ്നാനപ്പെട്ടത്. right understanding. അങ്ങനെ ബോധ്യമുള്ളവരെ ഈ മേശയിൽ വരുമ്പോൾ അത്ഭുതങ്ങൾ നടക്കത്തുള്ളൂ. Only such people will experience miracles ഇന്ന് at the ഹൃദയത്തെ table. തുറന്നിട്ട് പറ, കർത്താവേ ഈ മേശയിൽ അത്ഭുതം നടക്കും ഞാൻ വിശ്വസിക്കുന്നു. Lord, I believe there will be a ഞാൻ miracle അങ്ങയുടെ at the table today. ശരീരമാകുന്ന അപ്പത്തെ ഭക്ഷിക്കുമ്പോൾ, As I take part in your body, the bread, അങ്ങയുടെ രക്തമാകുന്ന വീഞ്ഞ് ഞാൻ അമൻ നുകരുമ്പോൾ, when I take part in the blood which is your എന്റെ wine, which is മന്ദതകൾ your മാറും, blood, എന്റെ ചെവി തുറക്കും, എന്റെ ഹൃദയത്തിന്റെ ചെവി തുറന്ന് നിന്റെ ശബ്ദത്തെ എനിക്ക് കേൾക്കാൻ കഴിയും. my ears will open, my ears of my heart will open to hear your voice. എഫേസ്യർ 1:17 പൗലോസ് പറയുന്നു, എന്റെ കണ്ണുകൾ, എന്റെ ആത്മീയ കണ്ണുകൾ തുറക്കും. The eyes of my understanding will open. അപ്പോൾ ഞാൻ കാണും വിശുദ്ധന്മാർക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന അവകാശത്തിൽ അതിൽ വ്യാപരിക്കുന്ന അവൻ അളവറ്റ ശക്തിയുടെ വലിപ്പം എന്നതാണെന്ന് എനിക്ക് And മനസ്സിലാവും. I will understand the exceeding power to the inheritance അപ്പോൾ of ഞാൻ the അത്ഭുതങ്ങൾ saints. കാണാം. Miracles will take place. ഇന്നത്തെ ദിവസം നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കണം. Today the Lord will do miracles in